ഹായ് മക്കളെ, അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു, ഒരുപാട് ചാപ്റ്റേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും വരുന്നുണ്ട്. സോ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾ തരുന്ന ലൈക്കാണ്, നിങ്ങൾ എത്രത്തോളം ലൈക്ക് തരുന്നത് ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ തരുന്ന ലൈക്കാണ് ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, സോ നമുക്കിന്ന് നോക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നമ്മളെല്ലാവർക്കും അറിയാം, എക്സാമാണ്. എക്സാമിന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ക്വസ്റ്റ്യനിൽ വല്ല ട്വിസ്റ്റ് ഉണ്ടാവുമോ, ഡിഫിക്കൽട്ട് ഉണ്ടാവുമോ എന്നുള്ളതാണ്. ആക്ച്വലി ക്വസ്റ്റ്യനിൽ ഡിഫിക്കൽട്ട് ഉണ്ടാവാൻ സാധ്യത കുറവ് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഉണ്ടാവില്ല, ടഫ് ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ നോക്കാം. ഫസ്റ്റ് ഇതവിടെ നിൽക്കട്ടെ, ഓർഡർ ഡിഗ്രി ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഫസ്റ്റ് ഒരു ബേസിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ എക്സാമിന് എന്താണ് ചോദിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പ്രവചിച്ച് തരാം. ഈ പ്രവചനം ശരിയാവോ തെറ്റാവോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അനുമാനത്തിൽ ഒരു 99.9% എന്ത് ചെയ്യാം, ഒരു സാധ്യത എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. 99.9. ഓക്കെ, 100% ഞാൻ എവിടെ എഴുതിയിട്ടില്ല. 99.9% ഒരു ആക്യുറസി ഇതിൽ ഉണ്ടായിരിക്കും എക്സാമിന്. കാരണം നമുക്ക് ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കാനുള്ളത് ആദ്യമേ ഞാൻ പറഞ്ഞുതരാം. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ഓർഡർ ആൻഡ് ഡിഗ്രി ആണ്, അല്ലേ? ഓർഡർ ആൻഡ് ഡിഗ്രി ആണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഫുൾ സ്കോർ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടോ? ഞാൻ പറയുന്നു, നിങ്ങൾ ഈ വീഡിയോ കണ്ടോ, നിങ്ങൾക്ക് ഫുൾ സ്കോർ ചെയ്യാം. ഓക്കെ, അല്ലാണ്ട് ടെൻഷൻ ആവൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഓർഡർ ആൻഡ് ഡിഗ്രി എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഈ ചാപ്റ്ററിൽ കേട്ടോ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി രണ്ടാമത് എക്സാമിന് നമുക്ക് ഇതിലുള്ള ടോപ്പിക് ഉള്ളത് ഒന്ന് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്താണ് ലീനിയർ LD എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ, ഷോർട്ട് ചെയ്തിട്ട് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, പിന്നുള്ളത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ HD എന്ന് എഴുതിയിട്ടുണ്ട്, ഷോർട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഹോമോജീനിയസ് ഓൾറെഡി നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്നിട്ടുണ്ട്. ഈ മോഡൽ എക്സാമിന് വന്നിട്ടുണ്ട്. dy/dx = 1 + y എന്തോ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആക്ച്വലി ഹോമോജീനിയസ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ എക്സാമിന് എപ്പോഴും ചോദിച്ചിട്ടുള്ളത് ലീനിയറാണ്. സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ലീനിയറാണ്. ഓക്കെ, ലീനിയറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അപ്പോൾ മോഡൽ എക്സാമിന് ഹോമോജീനിയസ് വന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മളത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായിരിക്കും, ലീനിയർ തന്നെയാണ് വരാൻ സാധ്യത എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. ഓർഡർ ആൻഡ് ഡിഗ്രി സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അത് വരാതിരിക്കാൻ നോർമലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓർഡർ ആൻഡ് ഡിഗ്രി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അത്ര വലിയ ടഫുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല, അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അത് വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് LD ആണോ HD ആണോ പഠിക്കേണ്ടത് പറഞ്ഞാൽ നിങ്ങൾ രണ്ടും പഠിക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പക്ഷെ അതല്ല, ഈ ലാസ്റ്റ് സമയത്ത് ഇനി പ്രത്യേകിച്ച് അങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല, HD മീൻസ് ഹോമോജീനിയസ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തൽക്കാലം LD മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോയിക്കോ എന്നാണ്. പക്ഷേ ആർക്കെങ്കിലും പറ്റുന്ന ആളുകളുടെ HD പഠിച്ചോളും. കാരണം ഹോമോജീനിയസ് ഇനി ബൈ ചാൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്താലോ. അപ്പോൾ ഞാൻ എന്തായാലും HD പറയുന്നില്ല, കാരണം എൻ്റെ ഒരു പ്രതീക്ഷ LD തന്നെയാണ്. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് 1-2 ക്വസ്റ്റ്യൻസ് മാത്രമല്ല പറയുന്നത്. പക്ഷേ അത് ഏത് ക്വസ്റ്റ്യൻ ആവട്ടെ, ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആ LDയുടെ ഒരു 4 മാർക്കിൽ 3 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ചാപ്റ്ററിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. വലിയ ടെൻഷനൊന്നും അടിക്കണ്ട. ഇതിൽ വരുന്ന മാർക്ക് നമ്മൾ വാങ്ങിക്കും കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ അപ്വേർഡ് ആവോ? സാർ 10-13 വർഷമായി മാത്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അനുമാനം വെച്ചിട്ട് ഇനിയിപ്പോൾ ഏത് ലെവലിലെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടാലും ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് അതിൻ്റെ ഉള്ളിൽ അടക്കി പിടിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനല്ലേ ഇടാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് സൂപ്പർ നാച്ചുറൽ ക്വസ്റ്റ്യൻ ഒന്നും മാത്സിന് കൊണ്ടുവരാൻ ഒന്നും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വല്ലാണ്ട് നിങ്ങൾ ഓവർ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ സമാധാനമായിട്ട് ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ എക്സസൈസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ എക്സസൈസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ വന്ന, അല്ലെങ്കിൽ ഇനി അവരൊരു അപ്പ് ലെവലിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഈ സ്ലൈഡിൽ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നേരാവണ്ണം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സമാധാനമായിട്ട് ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലോട്ട് പോവാം. സമാധാനമായിട്ട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിതൊക്കെ പഠിക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇതിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ പരത്തി കൊടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ തിയറി ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. എക്സാമിന് നമ്മളോട് ചോദിക്കും ഓർഡറും ഡിഗ്രിയും കാണാൻ. 1 മാർക്കിനാണ്, അര മാർക്ക് ഇതാണ്. അപ്പോൾ ഇതിൽ തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്താണ് ഓർഡർ ആൻഡ് ഡിഗ്രി എന്നുള്ളത് വളരെ സിമ്പിളാണ്. നമുക്ക് തരുന്ന എന്താ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? സിംപ്ലി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവുമ്പോഴാണ് ഒരു dy/dx അല്ലേ,
അപ്പോൾ ഞാനിവിടെ ഒരു ഇക്വേഷൻ എഴുതി വളരെ സിമ്പിളായിട്ട് dy/dx + x = 0. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. എന്തുകൊണ്ട് അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിളിക്കാൻ കാരണം നമുക്ക് തരുന്ന ഒരു ഇക്വേഷൻ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉള്ളതിനെയാണ് ഇക്വേഷൻ എന്ന് പറയാം കേട്ടോ. രണ്ട് സൈഡുള്ളതിനെ ഇക്വേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാൻ കാരണം എന്താ, നമുക്ക് തന്ന ഈ ഇക്വേഷനിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡെറിവേറ്റീവ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ dy/dx, അതൊരു ഡെറിവേറ്റീവാണ്. dy/dx എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവാണ്. ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ല. ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. ഇപ്പോൾ d²y/dx² + x = 0. ഇതും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. പക്ഷേ ഒന്നാമത്തെ കേസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം dy/dx അതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. dy/dx എന്ത് വിളിക്കുക, ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ d²y/dx² എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ എന്താ, സെക്കൻഡ് ഡെറിവേറ്റീവ്. അങ്ങനെ നമുക്ക് എത്ര എഴുതാം, ഇഷ്ടംപോലെ എഴുതാം. ഇപ്പോൾ d3y/dx³ എന്ന് പറഞ്ഞാൽ എത്രയായി, + x = ഇക്വേഷനാണ്. ഇപ്പോൾ ഇതെന്തായി, തേർഡ് ഓർഡർ ആയി. അപ്പോൾ നമ്മൾ തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ കാണാൻ വളരെ സിമ്പിളാണ്. തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാകും നോക്കിയാൽ മതി. dy/dx ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓർഡർ, d²y/dx² ഉണ്ടെങ്കിൽ dy/dx ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് പറയാം, ഓർഡർ ഫസ്റ്റ് ഓർഡർ ആണെന്ന് പറയാം. d²y/dx² ഉണ്ടെങ്കിൽ സെക്കൻഡ് ഓർഡർ ആണെന്ന് പറയാം. dqy/dx³ ആണെങ്കിൽ തേർഡ് ഓർഡർ ആണെന്ന് പറയാം. അപ്പോൾ ഓർഡർ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, നമുക്ക് തരുന്ന ഇക്വേഷനിൽ സാറേ dy/dx ഉണ്ട്, d²y/dx² ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് ബോർഡിൽ കാണിച്ച പോലെ അല്ല. അപ്പോൾ ഇങ്ങനെ വന്നാൽ സാർ എന്താ ചെയ്യുക, dy/dx ഉണ്ട്, d²y/dx² ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് ഓർഡർ ആയിട്ട് സെലക്ട് ചെയ്യുക, അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഓർഡർ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും ഹയസ്റ്റ് ഓർഡറാണ് ഓർഡർ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ എത്രയെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ദ ഓർഡർ, ഓർഡർ ഈസ് 2. എന്തുകൊണ്ടാണ് സാറ് 2 സെലക്ട് ചെയ്ത്, dy/dx എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ആണ്, d²y/dx² സെക്കൻഡ് ഓർഡർ. അപ്പോൾ ഏറ്റവും വലിയ ഓർഡറിന് വേണം നമ്മൾ എന്ത് ചെയ്യാണ്, പ്രാധാന്യം കൊടുക്കാൻ. അതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ എത്രയാണ്, 2 ആണ്. അപ്പോൾ ഓർഡർ ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഓർഡറിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായി. പക്ഷേ ഡിഗ്രി അങ്ങനല്ല. ഡിഗ്രിയിൽ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്, മനസ്സിലായ. കുറേ പേര് ചിലപ്പോൾ ഇനി വരുന്ന എക്സാമിന് ഡിഗ്രി തെറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം അവരുടെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, എക്സാമിന് നാളെ മീൻസ് വരുന്ന എക്സാമിന് വരികയാണെങ്കിൽ ഓർഡർ ഡിഗ്രി വന്നാൽ സാധാരണ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്കൊരു 100% ഞാൻ ഇതിനെ വിളിക്കുന്നില്ല. ചിലപ്പം വരാതിരിക്കാം ഓർഡർ ഡിഗ്രി കേട്ടോ. അപ്പോൾ സാധാരണ രീതിയിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് മാത്രം, നിങ്ങൾ പരിചയമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇനി വന്നാൽ തന്നെ ഇതിലെ ഡിഗ്രിയാണ് ചിലപ്പോൾ ഒരു അലമ്പായിട്ട് ചോദിക്കാം. അതെങ്ങനെ അലമ്പാവാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഓർഡർ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ, ഏറ്റവും ഹയസ്റ്റ് ഓർഡർ നിങ്ങൾ ഓർഡർ സെലക്ട് ചെയ്യുമല്ലോ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് എപ്പോഴും തരുമ്പോൾ ഈ dy/dx തന്നെ തന്നോളൊന്നുമില്ല. dy/dxന് പകരം വേറൊരാളും കൂടെ ഉണ്ട്, അയാളും കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതായത് y'. ഈ y' എന്ന് പറഞ്ഞാൽ സാർ എന്താ, ഈ y' എന്ന് പറഞ്ഞാൽ dy/dx ആണെന്നേ. y' എന്ന് പറഞ്ഞാൽ dy/dx ആണ്. ഫസ്റ്റ് ഓർഡറിനെ വിളിക്കുന്ന പേരാണ്, വേറൊരു പേരാണ് y'. അപ്പോൾ y' dy/dx ആണ്. അതേപോലെ തന്നെ y" എന്ന് പറഞ്ഞാൽ എന്താടാ, d²y/dx². അപ്പോൾ y" എന്ന് പറഞ്ഞാൽ d²y/dx². അതുപോലെ തന്നെ y" എന്ന് പറഞ്ഞാലോ d3y/dx³. ഇത് നമുക്ക് ജനറലി അറിയണം. അപ്പോൾ നമുക്ക് വരുന്ന എക്സാമ്പിൾ ചിലപ്പോൾ dy/dx ആവില്ല, ഓർഡർ ഡിഗ്രിയിൽ വരെ y' എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ y' dy/dx ഒക്കെ ഒന്ന് തന്നെയാണ്. y" d²y/dx² ഒന്നാണ്. y" dqy/ എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതും കൂടെ നമ്മൾ ജനറൽ ആയിട്ടൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നത്, ഒരാളും കൂടെ ഉണ്ട് ജനറലി, അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്തോ, y1 എന്നും കൂടെ വിളിക്കട്ടോ. ചിലപ്പോൾ വരുന്ന എക്സാമിന് ഞാൻ പറയില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പം വരുന്ന എക്സാമിന് ചോദിക്കുക. ഇതിൻ്റെ മുകളിൽ ചോദിക്കാനില്ല, ഒരു മാക്സിമം, എല്ലാത്തിനും ഒരു പരിധി, ഒരു മാക്സിമം അല്ലേ ക്വസ്റ്റ്യൻ പേപ്പറിന്. ആ മാക്സിമം ആണ് സാറ് പറയുന്നത്. y1 എന്നും കൂടെ NCERT-യിലുണ്ട്. ഓക്കെ, y1 എന്ന് പറഞ്ഞാൽ എന്താണ്, dy/dx ആണ്. ഓക്കെ, അപ്പോൾ y2 എന്ന് പറഞ്ഞാലോ, d²y/dx² ആണ്. ഓക്കെ, ഇനി y3 എന്ന് പറഞ്ഞാലോ dqy/dx³. ഇതാണ് കേട്ടോ മാക്സിമം. ഇതാണ് നിങ്ങളുടെ NCERT-യുടെ മാക്സിമം, ടെക്സ്റ്റ് ബുക്കിന്റെ മാക്സിമം. ഇതിന്റെ മേലെ ഓർഡർ ആൻഡ് ഡിഗ്രി അവർക്ക് ചോദിക്കാൻ സാധ്യമല്ല, അങ്ങനെ സംഭവം ഇല്ലതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓർഡർ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്ന ഇക്വേഷനിൽ y2 ഉണ്ട്, y1 ഉണ്ട്. ഫോർ എക്സാമ്പിൾ y1 + y2 + x = 0 എന്ന് പറയുന്നതാണെങ്കിൽ ഇതിൽ y1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രിയാണ്, y2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി. അപ്പോൾ നമ്മൾ ഓർഡർ ആയിട്ട് സെലക്ട് ചെയ്യുന്ന ആളാരാണ്, സെക്കൻഡ് ആണ് കേട്ടോ. വരുന്ന ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട്, ഞാൻ തരാം. അപ്പോൾ ജനറലി നമ്മൾ എന്താണ് ഓർഡർ എന്ന് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ ഓർഡർ, ഇതിൻ്റെ മേളിൽ ഓർഡർ ഒന്നും പഠിക്കാനില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഇമ്പോർട്ടൻ്റ് സംഭവം, ഡിഗ്രി എന്ന് പറയുന്ന ആളെ എല്ലാവരും തെറ്റിക്കാൻ പോകുന്ന ഇനി എക്സാമിന് അതാണ് ഡിഗ്രി. നന്നായി ശ്രദ്ധിച്ചോ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ വളരെ സിമ്പിളാണ്. നോക്കിക്കോ. അപ്പോൾ ഡിഗ്രിയുടെ കേസ് നന്നായി ശ്രദ്ധിക്കാനുണ്ട്. ഡിഗ്രി ആദ്യം എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം ജനറലി. ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. ഇപ്പോൾ dy/dx + d²y/dx² = 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ.
ഓക്കെ, ഇതിന്റെ ഓർഡർ എന്താ, ഡിഗ്രി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം സെലക്ട്, ഞാൻ ഓർഡറിന് ഓന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. ഓ മീൻസ് ഓർഡർ. ഓക്കെ, ഫുള്ളായിട്ട് സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൽ ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏതാണ്? ഹയസ്റ്റ് ഓർഡർ ആണല്ലോ, അതിലൊരു മാറ്റമില്ലല്ലോ. അപ്പോൾ ഓർഡർ രണ്ടാണ്. ആ ഓർഡർ സെലക്ട് ചെയ്യുന്നതോടൊന്നും കൺഫ്യൂഷൻ വേണ്ട. ഓർഡർ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ അതായത് തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ നിങ്ങൾ ഓർഡർ ആയിട്ട് സെലക്ട് ചെയ്യുക. ഓർഡർ ഈസ് 2. ഡിഗ്രിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിഗ്രി ഇവിടെ ഡിഗ്രി എടുക്കേണ്ടത് നിങ്ങൾ ഏതാണോ ഹയസ്റ്റ് ഓർഡർ ആയിട്ട് സെലക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞ നന്നായി ശ്രദ്ധിച്ചോ. നിങ്ങൾ ഏതാണോ ഹയസ്റ്റ് ഓർഡർ ആയി സെലക്ട് ചെയ്തത് ഇതാണ്. ഇതിൻ്റെ ഓൾ പവർ, ഞാൻ വേറെ കളറിൽ കാണിക്കാം. ഇതിൻ്റെ ഓൾ പവറിൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഇതിൻ്റെ ഓൾ പവറിൽ എന്തെങ്കിലും ഉണ്ട്? ഹയസ്റ്റ് ഓർഡർ ആയിട്ട് സെലക്ട് ചെയ്ത ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ആണല്ലോ. അതിൻ്റെ ഓൾ പവറിൽ ഒന്നുമില്ല എന്ന് പറയുന്നത് മാത്സിൻ്റെ റൂൾ പ്രകാരം അവിടെ ആരുണ്ട്? 1 ഉണ്ട് എന്നാണ്. അപ്പം നമ്മളെ ഡിഗ്രി എത്രയാടാ? 1 ആണ്. അപ്പം എങ്ങനെ ഡിഗ്രി സെലക്ട് ചെയ്തെന്ന് പറഞ്ഞേ, ഒന്നും പറഞ്ഞേ. ഹയസ്റ്റ് ഓർഡർ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്തത് അതിൻ്റെ ഓൾ പവറാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ഓൾ പവറിൽ ആരും കാണാം, ഈ രണ്ടല്ലട്ടാ, അത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. അതിൻ്റെ ഓൾ പവർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഇതേ ഒരു ക്വസ്റ്റ്യൻ വേറെ പാറ്റേണിൽ നമ്മുടെ കാണിച്ചു തരാം. ഡി വൈ ബൈ ഡി, എല്ലാവർക്കും കൺഫ്യൂഷനിലാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ക്യൂബ് ഇട്ടു, പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ സമം 5. ഇതൊരു സെക്കൻഡ് ഡിഗ്രിയാണ്. ഇതൊരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഓർഡർ ഡിഗ്രി പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? പറ. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞ സാറേ, എപ്പോഴും സാറ് പറഞ്ഞ പോലെ തന്നെ ഹയസ്റ്റ് ഓർഡർ ആണ് ഓർഡർ സാറേ. ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഏതാ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്, ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ എത്രയാണ്? 2 ആണ്. അതിൽ ഒരു തർക്കമില്ല. എല്ലായ്പ്പോഴും ഓർഡറിനെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല. പക്ഷേ ഡിഗ്രി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഡിഗ്രിക്ക് ഞാൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഫുൾ ഡിഗ്രി എന്ന് എഴുതണോട്ടോ എക്സാമിന്, ഡി എന്നൊന്നും എഴുതരുത്. സോ ഡിഗ്രി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഏതാണോ നമ്മൾ ഹയസ്റ്റ് ഓർഡർ ആയി തരേണ്ടത് അതിൻ്റെ പവർ വേണം സെലക്ട് ചെയ്യാൻ. അതിൻ്റെ പവർ പ്രകാരം എത്രയാണ്? 1 ആണ്. പക്ഷെ ചില കുട്ടികൾ അബദ്ധവശാൽ എന്ത് ചെയ്യുന്ന അറിയോ? ഈ ഡി വൈ ബൈ ഡി എക്സിൻ്റെ മുകളിൽ 3 കാണും, 3 കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കും ആ ഡിഗ്രി 3 ആക്കാം. സാറോ ഡിഗ്രി എത്രയാണ് മക്കളെ? 1 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിഗ്രി സെലക്ട് ചെയ്ത്? എല്ലാവരും ഒന്ന് പറഞ്ഞാൽ ഡിഗ്രി എങ്ങനെ സെലക്ട് ചെയ്ത്? ഏതാണോ നമ്മൾ ഹയസ്റ്റ് ഓർഡർ ആയിട്ട് സെലക്ട് ചെയ്തത് അതിൻ്റെ പവറിലുള്ള നമ്പർ വേണം സെലക്ട് ചെയ്യാൻ. ആരുമില്ലെങ്കിൽ എത്രയാടാ? 1 ആണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിഗ്രി സെലക്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഡിഗ്രി സെലക്ട് ചെയ്യാമെന്ന് കൂടെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. ഹയസ്റ്റ് ഓർഡർ ഏതാണോ അതിൻ്റെ പവറിൽ സെലക്ട് ചെയ്യുക. ക്ലിയർ, അത്രയേ ഉള്ളൂ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ വേറെ. ഇനി ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് സന്ദർഭങ്ങളുണ്ട്. ഓർഡർ അല്ല കേട്ടോ, ഓർഡറിൽ ഇനി ഒരു ചേഞ്ചും ഇല്ല. ഈ പറഞ്ഞ സാധനത്തിൻ്റെ അപ്പുറത്തോട്ട് എന്തില്ല, വരുന്ന എക്സാമിന് മേൽക്കാരുടെ അപ്പുറത്തോട്ടൊന്നുമില്ല. ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്, ഡിഗ്രി ഇല്ലാത്ത കുറേ സന്ദർഭങ്ങളുണ്ട്. ചില ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നും എന്തില്ല, ഡിഗ്രി ഇല്ല. അത് ഏതാ എന്നുള്ളത് കൃത്യമായി പഠിച്ചോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. ഓക്കെ, ശ്രദ്ധിച്ചോ. COS കോസ് ഡി വൈ ബൈ ഡി എക്സ് വന്നാൽ അതിന് ഡിഗ്രി ഇല്ല. അപ്പോൾ സാറ് കോസ് ഡി വൈ ബൈ ഡി എക്സ് മാത്രമല്ല, സൈൻ ഡി വൈ ബൈ ഡി എക്സ് വന്നാൽ അതിനും ഡിഗ്രി ഇല്ല. ഞാൻ ഒരു ജനറലൈസ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമുക്ക് 6 ട്രിഗ്നോമെട്രിക് റേഷ്യോ ഉണ്ട്, സൈൻ കോസ് ടാൻ കോട്ട് സിക്ക്. എല്ലാപ്പോൾ എഴുതാൻ സമയമൊന്നുമില്ലല്ലോ. അപ്പോൾ ജനറലി ഒരെണ്ണം മനസ്സിലാക്കുക, കോസ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ സാറ് സൈൻ ഡി വൈ ബൈ ഡി എക്സോ അത് വന്നാലും ഇല്ല, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. അതുപോലെ ലോഗ് ഡി വൈ ബൈ ഡി എക്സ്, ഇതല്ലാണ്ട് വേറെ ഐറ്റം ഉണ്ട്, ലോഗ് ഡി വൈ ബൈ ഡി എക്സ്. മനസ്സിലായോ? അതുപോലെ വേറെ ഫംഗ്ഷൻ ജനറലി ഇ പവർ ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഇവരൊന്നും വന്നാൽ സാറേ ഇങ്ങനത്തെ ആരെങ്കിലും നിങ്ങൾ തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കാണുകയാണെങ്കിൽ പിന്നെ ഡിഗ്രി നിങ്ങൾ പറയാൻ പോകരുത്. ഡിഗ്രിയുടെ സ്ഥാനത്ത് നിങ്ങൾ ഡിഗ്രി എന്ത് എഴുതണടാ? നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതണം. നോട്ട് ഡിഫൈൻഡ്. ഇവിടെ തെറ്റി വരുത്തുന്ന ഒരു സാധ്യത ഞാൻ ആദ്യം പറയാം കേട്ടാ. ഇങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ ഡിഗ്രി നോട്ട് ഡിഫൈൻഡാ. ഇനി ചില ആൾക്കാർക്ക് വേറെ ഇനി എക്സാം ഒന്നും കൂടെ ഡിഫിക്കൽട്ട് ലെവലിൽ ചോദിക്കണേ, അവരെ എങ്ങനെയൊക്കെ ചോദിക്കാമെന്നറിയാം. ഇനി കോസിന് പകരം വൈ ഡാഷ് എന്ന് വന്നാലും പ്രശ്നമാണ്. കാരണം വൈ ഡാഷ് ഡി വൈ ബൈ എക്സ് ആണല്ലോ. വൈ ഡാഷ് ഡി വൈ ബൈ എക്സ് ആണല്ലോ. അപ്പോൾ കോസ് വൈ ഡാഷ് എന്ന് പറഞ്ഞാലും അതിനെന്തില്ല, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി കോസ് വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അതുപോലെ കോസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. ഇ പവർ വൈ ഡാഷ് എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. ഇ പവർ വൈ ഡാഷ് പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഇ പവർ വൈ ഡാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇ പവർ വൈ ഡബിൾ ഡാഷ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തല്ല, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ ഈ ഒരു സന്ദർഭം പറഞ്ഞാൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഇത് കുറേ പേര് തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുമ്പോൾ ഞാൻ അതും കൂടെ കണക്ട് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ എക്സാമിന് കേട്ടോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നത് കോസ് എക്സ്, എല്ലാവരും എഴുതിക്കോ. കോസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ സമം 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ആണ്, ഈക്വൽ ടു 0. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ എഴുതിക്കുക. ഇത് ഇല്ലാണ്ട് വേറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ഐഡിയ ഔട്ട്ലുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് സാറിൻ്റെ ലക്ഷ്യം. അത് ആൻസർ തെറ്റിക്കാതെ ചെയ്യണം, അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ജനറലായിട്ട് നല്ല വൃത്തിക്ക് ഇത് മനസ്സിലാക്കുക. എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻസ് ഏത് കിട്ടിയാലും ചെയ്യാൻ പറ്റുന്ന കോലാവുക. ദാറ്റ്സ് അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ മക്കൾ പറ, ഇതിൻ്റെ ഓർഡർ എത്ര? എല്ലാവരും ഒന്ന് പറഞ്ഞേടാ, ചുമ്മാ ഒന്ന് പറഞ്ഞേടാ. ഓർഡർ പറഞ്ഞ ഓർഡർ ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. ഓർഡർ
സാറേ സെക്കൻഡ് ഡിഗ്രി ഇവിടെ ഉണ്ടല്ലേ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് ഒന്നും നോക്കാനില്ല സാറേ, ഓർഡർ 2 ആണ്. സാറേ ഡിഗ്രി എത്രയാ? ഡിഗ്രി അതിൻ്റെ പവറിലുള്ള നമ്പറാണ് എഴുതേണ്ടത്, യഥാർത്ഥത്തിൽ അങ്ങനെ എഴുതേണ്ടത്. പക്ഷെ നമ്മൾ കണ്ണ് തുറന്നിട്ട് ഒബ്സർവ് ചെയ്യണം. എന്ത്? ഈ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇവിടെ കോസ് ഡി വൈ ബൈ ഡി എക്സ്, ലോഗ് ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങനെ. പക്ഷേ ചില ആളുകൾ ഇതിൻ്റെ ഡിഗ്രീൻ്റെ ആൻസർ എന്താണെന്ന് അറിയോ? നോട്ട് ഡിഫൈൻഡ് തണ്ട് എഴുതി വെക്കും. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ, ഉത്തരം തെറ്റി. സാറെന്താ പറഞ്ഞു? സാറിനല്ലേ പറഞ്ഞത് കോസ് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആണ്. ഞാൻ പറഞ്ഞത് ശരിയാ, കോസ് ഡി വൈ ബൈ ഡി എക്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കോസ് എക്സ് എന്ന് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, കോസ് ആണോ കോസ് എക്സ് ആണോ? കോസ് എക്സ് ആണ്. നല്ല കണ്ണ് വെച്ച് നോക്കണം കേട്ടോ, കോസ് എക്സ് ആ. കോസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. കോസ് ഡി വൈ ബൈ ഡി എക്സ് വന്നാ പ്രശ്നം. COS സ്പെല്ലിംഗ് കറക്റ്റ് നോക്കിയാൽ COS, കോസ് ഡി വൈ ബൈ ഡി എക്സ്. ഇങ്ങനെ വന്നാൽ മാത്രം ഞാൻ ഡി വൈ ബൈ ഡി എക്സ് നോട്ട് ഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞത്. ഇത് കുഴപ്പമില്ലാന്ന്. ഇതിന്റെ പോയിട്ട് നിങ്ങൾ നോട്ട് ഡിഫൈൻഡ് ആൻസർ എഴുതി നിങ്ങളെ മാർക്ക് കണ്ട് പോകും, വേറെ ഒന്നുമില്ല. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. കോസ് എക്സ് ആണോ കോസ് ആണോ, ഇതെല്ലാവരും കൺഫ്യൂഷൻ ആവും എക്സാമുകളിൽ. കോസ് ഡി വൈ ബൈ ഡി എക്സ് വന്നാൽ ഒരു കാരണവശാലും ഡിഗ്രി എന്താണ് എഴുതണം? നോട്ട് ഡിഫൈൻഡ്. ഇവിടെ നിങ്ങൾ ഹയസ്റ്റ് പവർ ഏതാണോ അതിന്റെ മണ്ടമുള്ള നമ്പർ എത്രയാണ്, ഇതാണ് ഇതിന്റെ ഉത്തരം. മനസ്സിലായില്ല? ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കില്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതേ ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്വിസ്റ്റ് ആയിട്ട് ഒന്നുള്ളൂ. ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസുകളും ചെയ്ത് നോക്കാം. നിങ്ങൾ ഇനി ഇങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ആൻസർ ചെയ്യാം. കേട്ടോ, ഞാൻ വേറെ കളർ എടുക്കാം. ഓക്കെ, ശരി, പറഞ്ഞു നോക്കളെ. ഇനി നിങ്ങൾ അങ്ങനെ പറഞ്ഞോട്ടാ. ഏട്ടാ ഇവിടെ വൈ ഡബിൾ ഡാഷ് എന്നാട്ടോ, ഇത് സാറ് ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിയാണ്. സോ വൈ ഡബിൾ ഡാഷ് എന്നാക്കിയാണ്. ഓക്കെ, മൊത്തത്തിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് എന്നെ പടപടാച്ച് ചെയ്യാം. വളരെ സിമ്പിളാണ്, എല്ലാവരും ചെയ്തോട്ടെ. ഞാൻ ഇവിടെ ഓന്നൊക്കെ എഴുതുന്നുള്ളൂ കേട്ടോ. ഓർഡർ സമം ഡിഗ്രി സമം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ഓർഡർ പറഞ്ഞേ. ഓക്കെ സാറേ, ഡി റേസ്റ്റ് ഇത് 4 ആണ് കേട്ടോ. ഇതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോഴുള്ള ഓരോ പ്രശ്നങ്ങളാണ്. ഓക്കെ, ഡി റേസ്റ്റ് വൈ ബൈ ഡി എക്സ് റേസ്റ്റ് 4 എന്നാട്ടോ മക്കളെ, അത് കറക്റ്റ് ആക്കേട്ടാ. കാണുന്നില്ലടാ നിങ്ങൾക്ക്? ഓക്കെ എടാ, അപ്പോൾ ഇതിൻ്റെ ഓർഡർ എത്രയാടാ? സാറേ ഡി റേസ്റ്റ് 4 വൈ ബൈ ഡി എക്സ് റേസ്റ്റ് 4 ഉണ്ട്, ഹയസ്റ്റ് ഓർഡർ അല്ലേ? അപ്പോൾ ഓർഡർ 4, അതിലൊന്നും ഒരു കൺഫ്യൂഷനില്ല, ആർക്കും തർക്കമൊന്നുമില്ല. ഏറ്റവും ഹയസ്റ്റ് ഉള്ളത് എന്താ? അതന്നെ. ഏത് ഡിഫറൻഷ്യലിക്കേഷനാണ് ഹയസ്റ്റ് ഓർഡർ എന്താ വെച്ചാൽ അതിനെ സെലക്ട് ചെയ്യുക, അതിലൊന്നും കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. ഇനി ഡിഗ്രി സ്ഥലത്ത് ശ്രദ്ധിക്കണം. ഇതിന്റെ ഡിഗ്രി എന്താ? നോക്കി, SIN, സൈൻ എക്സ് അല്ല കേട്ടോ, അതെന്താണ്? SIN, സൈനാണ്. സൈന് വൈ ഡാഷോ വൈ ഡബിൾ ഡാഷോ വൈ ട്രിപ്പിൾ ഡാഷോ എന്ത് വന്നാലും, ഇതിവിടെ വൈ ഡബിൾ ഡാഷ് ആണ് കേട്ടോ. എന്ത് വന്നാലും ഡിഗ്രി എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ് കേട്ടോ. നോട്ട് ND എന്ന് എഴുതിയാലും അതിൽ നോട്ട് ഡിഫൈൻഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡാഷ് പ്ലസ് 5y ഈക്വൽ ടു 0. സോ വൈ ഡാഷ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആ. സോ ഓർഡർ എത്രയാണ് മക്കളെ? ഓർഡർ 1 ആണ്. ഇതിന്റെ ഓൾ പവർ എത്രയാണ്? ആരുമില്ലെങ്കിൽ 1 ആണ്. അതുകൊണ്ട് ഡിഗ്രിയും എത്രയാടാ? 1 തന്നെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എപ്പോഴും ഡി വൈ ബൈ ഡി എക്സിനെ വരുന്നില്ല, DS ബൈ ഡി ടി വരും. സാർ എന്താ പറഞ്ഞു? DS ബൈ ഡി. ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ട് തന്നെ ഇല്ലല്ലോ. നോക്കേ, ഇപ്പൊ എസ് ഇതാ ഞാൻ ഇവിടെ കാണിക്കാം. എക്സിന്റെ ഡെറിവേറ്റീവ് എക്സ് ടി ആണെന്ന് വിചാരിച്ചോടാ. എസ് ഈക്വൽ ടു ടി ആണെന്ന് വിചാരിച്ചോ. ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതാം മക്കളെ? പറടാ. മേളിലും അടിയിലും ഡി ഇടുക സാറേ. ഇടത് ഭാഗത്ത് എസ് ഉണ്ട്, വിത്ത് റെസ്പെക്ട് എന്താ? ടി ആണ്. അപ്പൊ DS ബൈ ഡി ടി, DS ബൈ ഡി ടി 1 ആണ്. അപ്പോൾ ആക്ച്വലി DS ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഡി വൈ ബൈ ഡി എക്സ് മാത്രമൊന്നുമല്ല, എക്സാം ചിലപ്പോൾ DS ബൈ ഡി ടി ഒക്കെ വരും. ഈ ഡി വൈ ബൈ ഡി എക്സ് പോലെ തന്നെ DX ബൈ വൈ വിത്ത് റെസ്പെക്ട് എക്സ് ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്, എസ് വിത്ത് റെസ്പെക്ട് ടി ആണെങ്കിൽ DS ബൈ ഡി ടി. അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സാമിന് DS ബൈ ഡി ടി വരുമ്പോൾ പേടിക്കൊന്നും വേണ്ട നിങ്ങൾ കേട്ടോ. ഇപ്പോൾ ഇവിടെ DS ബൈ ഡി ടി ഉണ്ട് സാറേ, ഇവിടെ D2 S ബൈ ഡി ടി സ്ക്വയർ ഉണ്ട് സാറേ. ഹയസ്റ്റ് ഓർഡർ 2 അല്ലേ? ആണ്, ഒരു മാറ്റമില്ല, ഹയസ്റ്റ് ഓർഡർ 2 ആണ് സാറേ. ഡിഗ്രിയോ? അപ്പോൾ ഡിഗ്രി ചില ആളുകളുടെ തല കണ്ടു പോകും. സാറേ ഇവിടെ 4 കൊടുക്കുന്നു, 4 ഞാൻ എഴുതട്ടെ? എഴുതിയാൽ നിങ്ങളെ മാർക്ക് പോകും. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹയസ്റ്റ് ഓർഡർ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്തത് അതിന്റെ പവർ വേണം സെലക്ട് ചെയ്യാൻ. അതിന്റെ പവറിൽ ആരുമില്ല സാറേ. ആരുമില്ലെങ്കിൽ എത്രയാ? 1 എഴുതിക്കോ. മനസ്സിലാവുന്നില്ലടാ? നാലാമത്തെ ക്വസ്റ്റ്യൻ, D² y ബൈ ഡി എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ കോസ് ഡി വൈ ബൈ ഡി എക്സ് അല്ലേ? ഫസ്റ്റ് ഓർഡർ സാറേ കറക്റ്റാ, സെക്കൻഡ് ഓർഡർ അല്ലേ? സെക്കൻഡ് ഓർഡർ. സാറേ ഡിഗ്രി ഞാൻ ഇതിന്റെ പവറിലുള്ള 2 എഴുതട്ടെ? എഴുതിയാൽ നിങ്ങളെ മാർക്ക് പോകും. എന്തുകൊണ്ടാണ് അത് എഴുതണ്ടെന്ന് പറഞ്ഞത്? ഇവിടെ വേറെ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം സാറേ? കോസ് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, കോസ് എക്സ് അല്ല കേട്ടോ. കോസ് എക്സ് വന്നാൽ കുഴപ്പമില്ലേ, കോസ് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. നമ്മളെ കൊടുക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് അല്ലേ? ഡിഗ്രി ഇതിന്റെ എന്താ? നോട്ട് ഡിഫൈൻഡ് ആണ്, ND ആണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. മനസ്സിലായ? അപ്പം നന്നായിട്ടൊരു ക്വസ്റ്റ്യൻ കിട്ടി എടുത്താൽ പിടിച്ചാച്ചിട്ട് ഓടിക്കോന്ന് പറയല്ല, ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. കൂൾ ഓഫ് ടൈമിൽ ആലോചിച്ച് എഴുതി വെച്ചാൽ മതി കേട്ടാ, പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഇനി മക്കൾ ഇതിൽ നോക്കിയോക്കെ അല്ലേ? ഇതിന്റെ ഓർഡർ എത്രയാടാ? സെക്കൻഡ് ആണ്. അതിന്റെ ഓൾ പവർ എന്താടാ? 1 ആണ്. സോ ഡിഗ്രി എത്രയാടാ? 1. കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ഇനി ഈ ഭാഗത്തേക്ക് നോക്കാം. ഓക്കെ എടാ, വൈ ട്രിപ്പിൾ ഡാഷിന്റെ വൈ ഡബിൾ ഡാഷിന് വൈ ഡാഷ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അല്ലേ? നമുക്കറിയാം ഓർഡർ എത്രയാടാ? മാക്സിമം ഉള്ള ട്രിപ്പിൾ ഡാഷ്, അതുകൊണ്ട് ഓർഡർ 3 എന്ന് പറയാം. ഓർഡർ 3 എന്ന് പറയാം അല്ലേ? ഓർഡർ എത്രയാടാ? ഞാൻ എഴുതട്ടാ. ഓർഡർ ഈക്വൽ ടു 3. ഇതിന്റെ ആൻസർ ആണ് എഴുതുന്നത്. ഓർഡർ ഈക്വൽ ടു 3. ഡിഗ്രി പറ മക്കളെ.
അപ്പോൾ കുറേ പേർക്ക് ഡിഗ്രി സാറേ ഇവിടെ 4 കൊടുക്കുന്നുണ്ട്, ഞാൻ 4 എടുത്ത് എഴുതട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ 4 എഴുതണമെന്ന്, വലുത് നോക്കി എഴുതണം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഏതാണോ നിങ്ങൾ ഹയസ്റ്റ് ഓർഡർ ആയിട്ട് സെലക്ട് ചെയ്യുക അതിൻ്റെ മണ്ടമുള്ളത് എഴുതിയാൽ മതി. പാവം എത്ര ആൻസർ? 2 ആൻസർ. ഓക്കെ, അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. y ട്രിപ്പിൾ ഡാഷിൻ്റെ y ഡബിൾ ഡാഷിൻ്റെ y ഡാഷിൻ്റെ അല്ലേ ഹയസ്റ്റ് ഓർഡർ എത്രയാടാ? ഓർഡർ ഈക്വൽ ടു എത്രയാടാ? 2 ആണ്. അതിൻ്റെ ഹോൾ പവർ എത്രയാടാ? 1 ആണ് കേട്ടോ, ഒന്നുമില്ലെങ്കിൽ 1 ആണ്. അതുപോലെ y ഡാഷ് ഓർഡർ എത്രയാടാ? 1 ആണ്. ഡിഗ്രി എത്രയാടാ? 1 ആണ്. അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നു അല്ലേ. y ഡബിൾ ഡാഷ് ഓർഡർ എത്രയാടാ? 2 ആണ്. ഇതിൻ്റെ ഹോൾ പവർ എത്രയാണ്? 1 ആണ്. അതുകൊണ്ട് ഡിഗ്രി എത്രയാടാ? 1 തന്നെയാണ് കേട്ടോ. ഇവിടെ 2 കാണുമ്പോൾ പിടിച്ച് എഴുതരുതിട്ടാ. ഹയസ്റ്റ് ഓർഡർ എടുത്താൽ ഞാനിതാണ്. ഓക്കെ, അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? y ഡബിൾ ഡാഷ് ഓർഡർ എത്രയാടാ? 2. അതിൻ്റെ ഹോൾ പവർ എത്രയാടാ? 1. സോ ഡിഗ്രി എത്രയാടാ? 1. വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ ഈസിയാണ്. അപ്പം മൊത്തത്തിൽ ഇത് ഓർഡർ ആൻഡ് ഡിഗ്രിയുടെ ഒരു മാർക്ക് വരെ ഇനി സൂക്ഷിക്കണം നിങ്ങളെന്ന് അർത്ഥം. വളരെ കെയർഫുൾ ആയിട്ട് എക്സാമിന് ചെയ്യുക, നിങ്ങൾക്കത് സ്കോർ കിട്ടും കേട്ടോ, ടെൻഷനൊന്നും വേണ്ടേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇനിയാണ് നമ്മൾ എക്സാമിന് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കേട്ടോ. വളരെ സിമ്പിളാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഞാനിതിൻ്റെ ഒരു തിയറി എന്ന് പറയാം അല്ലേ. തിയറി പറയാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. തിയറി പഠിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കുള്ളൂ, അങ്ങനെ തിയറി ഒന്നുമില്ല, വളരെ സിമ്പിളാണ് ലീനിയർ. ഇതിനുള്ളൊരു ഇൻറ്റഗ്രേഷൻ ഒക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ഇൻറ്റഗ്രേഷൻ നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ, സിമ്പിൾ ഇൻറ്റഗ്രേഷനേ വരുള്ളൂ. ഓക്കെ, ഇനി കുറച്ച് ടോക്സ് ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഇൻറ്റഗ്രേഷൻ വന്നാൽ പോലും നമുക്കത് സിമ്പിളായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. അത്ര വലിയ ഇൻറ്റഗ്രേഷൻ ഒന്നും ഇല്ല. കാരണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു പ്രത്യേകതയാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ഇൻറ്റഗ്രേഷൻ ഉപയോഗിച്ചും കൊണ്ടൊക്കെയാണ്. പക്ഷേ നിങ്ങൾ അത് വെച്ചിട്ട് ഭയങ്കര ടെൻഷൻ ആവാനൊന്നും പോകണ്ട. എക്സാമിന് വരികയാണെങ്കിൽ ഒരു സിമ്പിൾ ഇൻറ്റഗ്രേഷൻ നമുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസറിലോട്ട് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നുള്ളത്. സോ നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? എല്ലാവരും ഹെഡിങ് എഴുതിക്കോ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കേട്ടോ. അപ്പോൾ സാറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള സ്കിൽ എങ്ങനെ ഉണ്ടാക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ ഇല്ലെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഓർഡർ ആൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടാണ് സാധാരണ ഇത് ചോദിക്കാറ്. അപ്പോൾ ഓർഡർ ആൻഡ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇത് കാണുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്ന ഈ ക്വസ്റ്റ്യൻ തന്നെയാണെന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതല്ലാതെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് മനസ്സിലാക്കുക വെച്ചാൽ dy/dx പ്ലസ് py ഈക്വൽ ടു q എന്ന് പറയുന്ന ഫോർമാറ്റിൽ ആവണം അല്ലെങ്കിൽ ആക്കണം എന്നാണ്. അത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീനിയർ എന്ന് പറഞ്ഞാൽ 1 എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലീനിയർ എന്നുള്ള മീനിങ് കേട്ടോ, ഭയങ്കര തീരൊന്നും പഠിക്കണ്ട, തൽക്കാലം നമുക്ക് ഇതൊക്കെ മതി കേട്ടോ. dy/dx പ്ലസ് py ഈക്വൽ ടു q എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലാണ് കെടുക്കേണ്ടത്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നത്. അപ്പോൾ നോക്കിയാൽ dy/dx py ഈക്വൽ ടു q എന്ന് പറഞ്ഞൊരു പാറ്റേണിലാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാണട്ടെ, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയൊക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ dy/dxൻ്റെ കൂടെ ആരുണ്ട്? x ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? dy/dx തനിച്ച് വേണം. ഈ ഫോർമാറ്റിൽ py സമം q എന്ന് പറയുന്ന ഫോർമാറ്റിൽ ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, pനെയും qനെയും ഐഡന്റിഫൈ ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ പോയിട്ട് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പോയിട്ട് വൈയുടെ കൂടെയുള്ള ആളാണ് പി എന്ന് പറഞ്ഞിട്ട് 2 എന്ന് എഴുതിയാൽ ഒലക്കാവും, ആൻസറൊക്കെ തെറ്റിപ്പോകും. അങ്ങനെ എഴുതരുത്, മനസ്സിലായ? കാരണം ഈ ഫോർമാറ്റിൽ ആയാൽ മാത്രമല്ലേ വൈയുടെ കൂടെ അറ്റാച്ച് ചെയ്ത് പി എന്ന് പറയാൻ പറ്റുള്ളൂ, ഈക്വൽ ടുന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ക്യൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഈ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത് വലിയ പ്രയാസമൊന്നുമില്ല. ഇപ്പോൾ dy/dxന്റെ കൂടെ x ആണെങ്കിൽ എക്സിനെ തട്ടിക്കളഞ്ഞാൽ മതി. എക്സിനെ ചുമ്മാ തട്ടിക്കളയല്ല, ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ അല്ലെ, ഡിവിഷനിൽ ഒരു എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സ് ഒക്കെ എന്താവും, കട്ടായി പോകും. അത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞേ അതൊക്കെ നമുക്ക് കണ്ടുവരാം. ബിഫോർ എന്തായാലും dy/dx py ഈക്വൽ ടു q എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ അല്ലെങ്കിൽ ആക്കണം. വളരെ ഷോർട്ടായിട്ട് ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ജനറലി മനസ്സിലാക്കാം dy/dx പ്ലസ് py ഈക്വൽ ടു q എന്ന് പറയുന്ന ഫോർമാറ്റിൽ ആയിരിക്കണം എന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. ഇനി വൈയുടെ കൂടെയുള്ള ആളാണെന്ത്? നമ്മുടെ പി കാരൻ. അപ്പോൾ പി നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? പി ആവശ്യമുണ്ട്. ഓക്കെ, അതുപോലെ ഈക്വൽ ടുന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരൊക്കെ ഉണ്ടോ അവർ കംപ്ലീറ്റ് എന്ത് തന്നെയാണ്? q തന്നെയാണ്. അങ്ങനെ നമ്മൾ പിയും ക്യൂവും ഐഡന്റിഫൈ ചെയ്യാണ് ഇതിന്റെ സെക്കൻഡ് വർക്കിംഗ് റൂൾ പറയുന്നത്. പിയും ക്യൂ ഒക്കെ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ പിയും ക്യൂ ഒക്കെ കണ്ടെത്തും. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്, ഞാൻ 2 സ്റ്റെപ്പ് എഴുതുള്ളൂ, ശരിക്കും പറഞ്ഞാൽ 3 സ്റ്റെപ്പായി ഇപ്പോൾ തന്നെ. പക്ഷേ ഞാൻ സിംപ്ലി ഇനി 2ാമത്തെ സ്റ്റെപ്പ് മതി, നമുക്ക് എക്സാം ലെവലല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ ഇനി വേണ്ടത് നമുക്ക് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാമെന്ന് പറഞ്ഞാൽ സാർ എന്താണ് IF അല്ലേ? ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത് ഇൻറ്റഗ്രേഷൻ ഇല്ലടാ, ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ വേണ്ടാ. ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടറിനെ കണ്ടെത്തണം, ദാറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. നമ്മളിതൊക്കെ കഴിഞ്ഞ് അവസാനം ചെയ്യുന്നത് ഇൻറ്റഗ്രേഷനാണ്. ഇൻറ്റഗ്രേഷൻ പേടിക്കണ്ട, ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് ഇൻറ്റഗ്രേഷൻ വലിയ നോളജ് ഇല്ലെങ്കിലൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട, നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് കണ്ടോ കേട്ടോ. അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാമെന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനെ കണ്ടെത്തണം, ദാറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അതിനെ നമ്മൾ ഷോർട്ടായിട്ട് പറയുക IF എന്നാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് തന്നെ പറയും. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ IF ഒന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ I.F എന്നൊക്കെ ഇട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് കൃത്യമായിട്ട് പറയും. ആ IF കാണാൻ ഒരു ഫോർമുലയുണ്ട്. വലിയ ഫോർമുല ഒന്നല്ല, ഒരു സിമ്പിൾ ഫോർമുലയാണ് കേട്ടോ. നിങ്ങൾ പഠിച്ചോ കേട്ടോ. E എന്ന് എഴുതാം.
എല്ലാവരും എഴുതിക്കുക ഇ എന്ന് എഴുതാം. എന്നിട്ട് പവറിൽ ചില ഒരു ഇൻ്റഗ്രേഷൻ്റെ സിമ്പിൾ ഇടുമ്പത്തിനേ പേടിക്കും കേട്ടോ. അങ്ങനെ പേടിക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇൻ്റഗ്രൽ പി ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം കേട്ടോ. എന്താണ് ഈ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈനൊന്നും പിന്നെ ചെയ്യരുത്. ഇനി അതിൻ്റെ മണ്ടമ്മ മേൾക്ക് കയറിക്കോളാം. ഈ പവറിൽ ഇൻ്റഗ്രൽ പി ഡി എക്സ് ഇതാണ് IF കാണാനുള്ള ഫോർമുല കേട്ടോ. അപ്പോൾ IF കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോർമുല നമ്മൾ പഠിക്കണം. വളരെ സിമ്പിൾ. എന്താന്ന് പറഞ്ഞേ? IF ഈക്വൽ ടു ഇ പവർ ഇൻ്റഗ്രൽ പി ഇൻറ്റു ഡി എക്സ്. പി ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കിട്ടും. പ്രോബ്ലത്തിൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഒരു IFൻ്റെ ഒരു ഫോർമുല നമ്മൾ പഠിക്കണം എന്നുള്ളത് ക്ലാരിറ്റി ഉറപ്പാണ്. നമുക്കിത് അറിയാൻ വേണം കേട്ടോ. ഇതിൻ്റെ ഫോർമുല എഴുതി കഴിഞ്ഞാൽ അരമാർക്ക് ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അരമാർക്കൊക്കെ ആയിട്ട് അവിടെ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2.5 മാർക്കൊക്കെ എല്ലാവർക്കും കിട്ടും. മനസ്സിലായി? പക്ഷേ ഈ ഫോർമുലൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി കൃത്യമായിട്ട് കേട്ടോ. ഓക്കെ, പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും അവസാനമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കൂടി IFൻ്റെ ഒക്കെ ഫോർമുലൊക്കെ നല്ല വൃത്തിയിൽ ബോക്സൊക്കെ എഴുതി വെക്കുക. ജനറൽ സൊല്യൂഷന് ഫോർമുല ഉണ്ട്, അതിന് മാർക്കുണ്ട്, അരമാർക്കുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ മാർക്കുകളൊക്കെ കണ്ട് വരും നമുക്ക് കേട്ടോ, ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഇനി IF കഴിഞ്ഞാൽ നമുക്ക് അവസാനമാണ് ജനറൽ സൊല്യൂഷൻ. എന്തിനാ സാറേ എപ്പോഴും കേൾക്കാം ഈ ജനറൽ സൊല്യൂഷൻ എന്താ? ചില ആളുകൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. എന്തിനാണ് ഈ ജനറൽ സൊല്യൂഷൻ? ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ കൃത്യമായിട്ട് നമുക്കൊരു ആൻസർ കിട്ടൂല ഇവിടെ. ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു സംതിങ് വൈ ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ ഇവിടെ കിട്ടാൻ പോകുന്നില്ല. അത് കിട്ടണം തന്നെ നമ്മുടെ ഇവിടെ എന്ത് ചെയ്യണം? എക്സും വൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻപുട്ട് തന്നാൽ ഈവൻ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തരികയാണെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് റിസൾട്ട് ഫോം ചെയ്യാൻ പറ്റും കൃത്യമായിട്ട്. അതല്ലാത്ത കേസിലൊക്കെ നമ്മൾ പറയാം ജനറൽ സൊല്യൂഷനാണ്. ഒരു ഇക്വേഷനിൽ നമ്മൾ പുട്ട് ചെയ്ത് അങ്ങനെ കടവളോടായിട്ടൊരു മാലബൾബ് പോലത്തെ ഒരു ഇക്വേഷൻ കിട്ടൂലേ, അതിന് വിളിക്കുക ജനറൽ സൊല്യൂഷനാണ്. അതുകൊണ്ടാണ് നമുക്കൊരു ജനറൽ സൊല്യൂഷനെ നമുക്കിവിടെ കിട്ടുകയുള്ളൂ. പിന്നെ നമുക്ക് ഫുൾ ഒരു കൃത്യ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ എക്സിനും വൈക്കൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ ഒരു ഔട്ട്പുട്ട് ഒരു സി ഒക്കെ നമ്പറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത്രയും ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഓൾറെഡി NCERTക്ക് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുടെ ഒരു ലെവൽ അത്രയും മാത്രം വന്നാൽ പോലും നമുക്ക് പിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പിടിക്കാം കേട്ടോ. അപ്പോൾ എന്താണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, സോ വൈ ഇൻറ്റു കേട്ടോ ജനറൽ സൊല്യൂഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് പറയുന്നത് വൈ ഫിക്സ്ഡ് ആവും, പിന്നെ മാറുന്നില്ല. വൈ ഇൻറ്റു IF. അപ്പോൾ IF സാറേ ഇവിടുന്ന് കിട്ടും. IF നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കൂടാ, ഇവിടുന്ന് കിട്ടും. ഈ ഇക്വേഷൻ നമുക്ക് കിട്ടും കേട്ടോ. കിട്ടിയതിന് ശേഷം നമ്മൾ വൈ ഇൻറ്റു IF സമം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കഴിഞ്ഞു കേട്ടാ. പിന്നെ ഇൻ്റഗ്രൽ കാണുമ്പോഴത്തേക്കും പേടിയാവും നിങ്ങൾക്ക് അല്ലേ. കുറേ ആളുകൾക്ക് ഇൻ്റഗ്രേഷൻ പഠിക്കാതെ തന്നെ +2 നല്ല മാർക്കൊക്കെ വാങ്ങിക്കട്ടോ. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ ആവണ്ടേ. അപ്പോൾ എന്തായാലും ഇൻ്റഗ്രൽ പിന്നെ നമ്മൾക്കറിയാം ഒരു ക്യൂ സാറേ പിയും ക്യൂ അല്ലേ സാറേ ആദ്യം ഐഡന്റിഫൈ ചെയ്ത്. ആ ക്യൂവിന് എന്താ ഒന്നും ചെയ്യാമായിരുന്നു, ആ ക്യൂവിനെ അവിടെ ചെയ്യാൻ പോവാണ്. ആ ക്യൂവിനെ നമ്മളിവിടെ കൊടുക്കും കേട്ടോ. ആ ക്യൂ ആണ് ഇവിടെ കൊടുക്കുക. ജസ്റ്റ് എന്താണ് ഇവിടെ കിടക്കുന്ന ക്യൂ അവിടെ വെച്ച് കൊടുത്താൽ മതി. അതേ ഇൻറ്റു പിന്നെ നമുക്ക് ആരെ വെച്ച് മൾട്ടിപ്ലൈ ആകെ ഒരു IF നമ്മളെ കയ്യിലുള്ളത് അല്ലേ. നമ്മളെ കയ്യിൽ ആകെ ഒരു IF ഉള്ളത്. അപ്പോൾ IF കൊണ്ട് തന്നെ ഗുണിക്കുക, വേറെ ആരും ഇല്ലെങ്കിൽ ഗുണിക്കാൻ. അപ്പോൾ Q ഇൻറ്റു IF എന്ന് പഠിക്കാം. പിന്നെ ഒരു DX ഇട്ട് കൊടുക്കുക. അതെന്തിനാ സാറ് DX ഒക്കെ ഇട്ട് കൊടുക്കുന്നത്? DX എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ്റഗ്രേഷനിൽ എപ്പോഴും ഒരു ടൂളാണ് DX. അപ്പോൾ അതായിട്ട് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താടാ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയണം ബേസിക്കലി. ഇത് അറിഞ്ഞിട്ട് ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. പ്രോബ്ലം ഒക്കെ വളരെ സിമ്പിളാണ്. വിത്തിൻ 1-2 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് സോൾവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. വലിയ ടഫൊന്നുമില്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും പ്രോബ്ലത്തിലോട്ട് പോവാം. കുറേ സ്റ്റോറി പറഞ്ഞ് വെറുപ്പിക്കണില്ല, കാരണം ആർക്കും സമയമില്ല. എല്ലാവരും എക്സാമിന് ടെൻഷനിലാണെന്ന് എനിക്കറിയാം. ഓക്കെ, നേരെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ബേസ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ. പക്ഷേ ഞാൻ ഈ ക്വസ്റ്റ്യൻ വരുന്ന അങ്ങനെയൊന്നും ഞാൻ പ്രവചിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ പ്രവചിക്കുന്നില്ല. ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓവറോൾ ലീനിയറിൻ്റെ ആണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ലീനിയർ ആണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതാണ് എൻ്റെ ഗ്യാരണ്ടി. ഹോമോജീനിയസ് മോഡലിൽ വന്നാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ആ ടോപ്പിക്ക് ചെയ്യുന്നില്ല. കാരണം എൻ്റെ ഒരു സാധ്യത വെച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ചിലപ്പോൾ അത് എക്സാമിന് വരാം, അതൊക്കെ നിങ്ങൾ പഠിച്ചോന്നാൽ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട്. ഞാൻ തന്നെ കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ലീനിയർ വന്നാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുന്ന കോലത്തിലോട്ട് ഞാൻ ആക്കി തരാം. ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും വരും. നമ്മൾ ചെയ്യുന്ന 5-6 ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ആ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആവും. ഇനി അതല്ല ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ഇട്ടോട്ടെ, നമുക്കത് ചെയ്യാൻ ഞാൻ സെറ്റാക്കി തരാം. അപ്പോൾ 4 മാർക്കാണ്. എവിടെയും പോയി കുടുങ്ങിയാലും ഒരു 3-3.5 മാർക്കുമേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന വഴിയൊക്കെ ഞാൻ എത്തിച്ചേരാം. ഞാൻ പറഞ്ഞ അപ്പൻ ലെവൽ ക്വസ്റ്റ്യൻ വന്നാലാട്ടോ. നമ്മൾ ഇതുവരെ ലോകത്ത് എന്താ പറയുക 12, 18, 19 വർഷമായിട്ട് വരാത്തൊരു ക്വസ്റ്റ്യനൊക്കെ ചരിത്രത്തിൽ ആവർത്തിച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാലും ഞാൻ പറയുന്ന ഒരു 3.5-4 മാർക്കിൽ ഒരു 3.5 മാർക്കിൽ ഈ 3 മാർക്ക് ഞാൻ എത്തിച്ചേരാം. പക്ഷെ അങ്ങനെയൊന്നും വരുന്നില്ല. നിങ്ങൾ അത്രയും കുറിച്ച് പേടിക്കണ്ട. ഇപ്പോൾ എന്തോ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രിൻ്റ് ആയി കഴിഞ്ഞു അല്ലേ. അപ്പോൾ എങ്ങനെ വരട്ടെ, ഞാൻ അങ്ങനെ ചലഞ്ച് ചെയ്യുന്നത്. എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും വരട്ടെ, നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, ലീനിയർ വന്നാൽ നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, ലീനിയർ തന്നെ വരുള്ളൂ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. ഇനി ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ.
അല്ലേ? അപ്പോൾ സാറേ എങ്ങനെ ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ആവും? സാറേ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിലും ഇല്ലടാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐഡന്റിഫൈ ചെയ്യാൻ ഉണ്ട്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ജനറൽ സൊല്യൂഷൻ അപ്പോൾ ഇങ്ങനെ വരുള്ളൂ ക്വസ്റ്റ്യനിൽ. നമ്മളോട് ഇത് പറയുന്നില്ല ഇത് ലീനിയർ ആണ്, ഇത് നിങ്ങളാണ്ട് ചെയ്തോ, ലീനിയർ ചെയ്തോ, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ചെയ്തോ. ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ സബിൽ എന്ത് ചെയ്യും, സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും ഫൈൻഡ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ, ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ ഒക്കെ പറഞ്ഞാൽ. ഒക്കെ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, നമുക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം dy/dx അല്ലേ? dy/dx ഉണ്ട്. dy/dxന്റെ കൂടെ വേണ്ടാത്ത ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. തൽക്കാലം നമുക്ക് എക്സിനെ വേണ്ട ശരിക്കും പറഞ്ഞാൽ അല്ലേ? അവിടെ എക്സ് ഉണ്ട്, പിന്നെ 2y = x² ഉണ്ട്. x ≠ 0 ചുമ്മാ കൊടുത്താണ്. x 0 ആയി കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മൊത്തം എലിമിനേറ്റ് ആയി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇതിന് ഞാൻ അവിടെ ഇങ്ങനെ വായിച്ചു കളഞ്ഞു കേട്ടോ. അങ്ങനെ ആവശ്യമുള്ള സാധനമൊന്നുമല്ല, ഞാൻ അത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അപ്പോൾ സിമ്പിൾ ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. അപ്പോൾ സാറേ ഒരു കാര്യം ചെയ്യാം, dy/dx നമ്മൾ ലീനിയർ ആണെങ്കിൽ ഫോർമാറ്റ് എന്താ സാറേ? ഇതല്ലേ dy/dx + py = q. ഇതല്ലേ മക്കളെ ഫോർമാറ്റ്? സാറേ dy/dxന്റെ കൂടെ ആരും പാടില്ലല്ലോ. പാടില്ല. dy/dxന്റെ കൂടെ ഇപ്പോൾ ആരും ഉണ്ടല്ലോ സാറേ? എക്സ് ഉണ്ട്. എക്സിനെ നമുക്ക് കളയണ്ടടാ. എക്സിനെ കളയണം. എക്സിനെ കളയാൻ എന്ത് ചെയ്യുക? നമുക്കറിയാം മാത്തമാറ്റിക്സ് റൂൾ ഉപയോഗിക്കുന്നു അല്ലേ? ഇവനെ തട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യുന്നു എക്സ് കൊണ്ട്. ഇവിടെ മാത്രമായിട്ട് എക്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു ഇക്വേഷനിൽ നമ്മൾ ഒരു സാധനം അപ്ലൈ ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് അപ്ലൈ ചെയ്യണം. ഇടത് ഭാഗത്ത് ഇവിടെ കൊടുത്താൽ കണ്ട, ഇവിടെ ഒരാളും കൂടെ 2y എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ട്, ഓനക്കും എന്ത് ചെയ്യണം? എക്സ് കൊടുക്കണം. ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മേലേക്ക് കയറ്റി വെക്കട്ടാ. ഇവിടെ എക്സ് കൊടുത്തു, ഇവിടെ എക്സ് കൊടുത്തു, ഇവിടെ എക്സ് കൊടുത്തു. റൈറ്റ് ഹാൻഡ് സൈഡ് വരെ കൊടുക്കണം. ഇങ്ങനെ എക്സ് എന്നല്ല, ലോകത്തുള്ള എന്ത് ഭണ്ഡാരം വേണമെങ്കിലും കൊണ്ടു കൊടുക്കാം. ഭണ്ഡാരം എന്നൊക്കെ സോറി, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടു കൊടുക്കാം. സിംപിളി പറഞ്ഞാൽ എക്സ് 1 y w q 5 10 4 3 നമ്മളുടെ പേരൊക്കെ കൊണ്ടുവെക്കാം. അതൊന്നും മാത്സിന് തെറ്റില്ല, എന്ത് വേണമെങ്കിലും കൊണ്ടുവെക്കാം. പക്ഷെ ത്രൂ ഔട്ട് കൊണ്ടുവെക്കുക എന്നുള്ളത് മാത്രമേ മാത്സിൻ്റെ റൂളുള്ളൂ. ഈ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം കേട്ടോ. ഞാനൊരു തമാശ രൂപത്തിൽ പറഞ്ഞു. അപ്പോൾ ഈ എക്സ് എന്താവും? നമുക്ക് വേണ്ടാത്ത ആൾ ഡിവൈഡ് ആയിപ്പോൾ. ഇനി ഇവിടെ കട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം, പക്ഷെ ഇവിടെ കട്ട് ചെയ്യാനൊന്നും കാണാനില്ല. പക്ഷെ ഇവിടെ x² എക്സും ഉണ്ട് സാറേ. ഒരെണ്ണം പോകും. x² എന്ന് പറഞ്ഞാൽ x × x ആണല്ലോ അല്ലേ? x² എന്ന് പറഞ്ഞാൽ x × x ആണല്ലോ. അപ്പോൾ അതിനൊരു എക്സും കൂടെ കട്ട് ചെയ്താൽ പിന്നെ അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? എക്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിട്ടിയത് ബാലൻസ് ഉള്ളത് നമ്മൾ എഴുതുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക? dy/dx + ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഒരുമിച്ച് ചെയ്തോട്ടാ, 2/x y = x. ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ എത്തി സാറേ. ഇപ്പോൾ ഈ രൂപത്തിലോട്ട് എത്തി. ഈ രൂപത്തിലോട്ട് എത്താന്ന് പറഞ്ഞാൽ dy/dx + py = q എന്ന് പറയുന്ന ഫോർമാറ്റിൽ എത്തി എന്നാണ് അർത്ഥം. ഓക്കെ, ഈ ഫോർമാറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. വൈയുടെ കൂടെ ആരൊക്കെ ഉണ്ട് അവനൊക്കെ പി ആ. സൈൻ കൊടുക്കാൻ ഞാൻ അവിടെ വട്ടിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് കൊടുക്കാൻ എടുക്കണം എന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ വൈയുടെ കൂടെയുള്ള നമ്പർ ആരാണ്? 2x ആണ്. അപ്പോൾ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഫസ്റ്റ് തീർക്കാം. പി എന്ന് പറഞ്ഞാൽ സാറേ 2/x ആണ്. =ന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആൾക്കാരൊക്കെ ക്യൂ ആണ്, പക്ഷെ ആകെ പാവം എക്സ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ക്യൂ ഐഡന്റിഫൈ ചെയ്തു. എക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ എന്തുണ്ട്? എനിക്ക് തോന്നുന്നു ഇവിടം വരെ എത്തുമ്പോഴേക്കും 1 മാർക്ക് ഉണ്ട്. ആകെ 3 മാർക്ക് സാധു ക്വസ്റ്റ്യനാണ്. ആ 3 മാർക്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് 1 മാർക്ക് വരും. കാരണം ഫോർമുല എഴുതി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഫോർമുലയൊക്കെ എഴുതും. അപ്പോൾ അതിനൊക്കെ 1/2 മാർക്ക്, ഇതിനൊക്കെ ആയിട്ട് 1 മാർക്ക് ആകാതെ തന്നെ ആയി. ഓക്കെ, അപ്പോൾ ഐഡന്റിഫിക്കേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. എല്ലാവരും ഒന്ന് എഴുതിക്കേ. ഐഡന്റിഫിക്കേഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യുന്നതാ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. നമ്മൾ നേരെ പോകുന്ന ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. മനസ്സിലായോ? അത് വലിയ കാര്യമൊന്നും ആനക്കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് എഴുതിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒപ്പം തന്നെ എഴുതണം. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ അത് വായിക്കുന്നത് ഞങ്ങളുടെ സ്പേസ് കുറവായതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പുതിയ പേജിലോട്ട് പോകുന്നില്ല, നിങ്ങൾ ഒപ്പം എഴുതി പോയിക്കോ. ഞാൻ പതുക്കല്ലേ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് IF കാണാന്നുള്ളതാണ്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എങ്ങനെ കാണാൻ നോക്കാം. IF. സോ IF സം നോക്കാം. IF ഞാൻ ഷോർട്ടായിട്ട് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നേ പറയുന്നുള്ളൂ. IF എന്ന് പറഞ്ഞാൽ e∫pdx. ഓക്കെ, e∫pdx എന്നാണ് IF-ന്റെ ഇക്വേഷൻ. ഓക്കെ, സോ IF സമം e പവർ ഇന്റഗ്രൽ. അങ്ങനെ ഇന്റഗ്രലിന് ഇടാം. പി എന്താടാ? 2/x dx. ചില ആളുകൾ സ്കൂളിലൊക്കെ നമ്മളെ പഠിപ്പിക്കുക സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രൽ ആണ് സാർ അങ്ങനെ തന്നെ പഠിപ്പിക്കാറ്. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിലോട്ട് എത്തുക എന്നുള്ളതാണ്. മറ്റേ ചില ആളുകൾ ഇന്റഗ്രൽ സെപ്പറേറ്റ് ആൻസർ ചെയ്യും, എന്നിട്ട് ആ ആൻസറിനെ കൊടുത്തിട്ട് ഈഴ മണ്ഡപം കൊണ്ടുവെക്കും. അതൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് ഏറ്റവും ഇപ്പം നമുക്ക് സമയമില്ലല്ലോ. ഇനി നമുക്ക് ഇപ്പം ഇന്നിപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നത് വന്നിട്ട് ഒരു വട്ടം എഴുതി 1-2 വട്ടം എഴുതി പഠിച്ചിട്ടല്ലേ ഇപ്പം നിങ്ങൾ എക്സാമുകൾക്ക് പോകുന്നത്. അപ്പോൾ അതിനുള്ള സമയമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പഠിക്കുന്നതാണ് എളുപ്പം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഒറ്റയടിക്ക് തന്നെ പെട്ടെന്ന് പരിപാടി തീർക്കുക, ആൻസറിലെത്തുക. അതാണ് നമ്മുടെ സമാധാനം കേട്ടോ. ഒരുപാട് ടെൻഷൻ അടിക്കാതെ. ഓക്കെ, സോ നമുക്കറിയാം കോൺസ്റ്റന്റ് ഇൻറ്റഗ്രേഷൻ്റെ പുറത്ത് വെക്കണം സാറേ. 2 ഇങ്ങനെ കോൺസ്റ്റന്റ്, 2 കോൺസ്റ്റന്റ് ആണ്. 2 × 1 അല്ലേടാ 2. 2 എന്ന് പറഞ്ഞാൽ 2 × 1. ആ 2നെ പുറത്തോട്ട് വെക്കുക. 2നെ പുറത്തോട്ട് വെച്ചാൽ എന്താ വരാം നോക്കേ. 2 പുറത്തോട്ട് വെച്ചാൽ 1/x dx.
ഇനി സാറേ എനിക്ക് ഇൻ്റഗ്രേഷൻ്റെ ഒരു ഒലക്കി അറിയില്ല, നിങ്ങൾക്ക് ഒരു ഒലക്കി അറിയണ്ട, നിങ്ങൾ ചെറിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ഏട്ടാ. ലോഗ് എക്സ് ഏട്ടാ, തീരെ ഐഡിയ ഇല്ലാത്തവരും കൂടെ ഈ ക്ലാസ് കണ്ടോ, നിങ്ങൾക്കത് എഫക്റ്റീവ് ആവും കേട്ടോ. ബേസ് ഒക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ വളരെ സിമ്പിളാണ് കേട്ടാ. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ സാറേ? ഇവിടുന്നാണ് ഞാൻ കുടുങ്ങുന്നത്. 1/x. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, ലോഗ്സിൽ ഇപ്പോൾ പഠിച്ചോട്ടാ. 1/x ആണ്. സോ 1/xനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്താ പറയുക? കാരണം റെസിപ്രോക്കല്ല, നേരെ റിവേഴ്സാണ്. ഡിഫറൻസിയേഷൻ ഇൻറ്റഗ്രേഷൻ ഭയങ്കര ഒരു ബന്ധമുണ്ട്, നല്ല ബന്ധമാണ് സാറ്, മനസ്സിലായി? ബന്ധം ടഫല്ലേ? ആ ബന്ധമല്ല. ഡിഫറൻസിയേഷൻ ചെയ്താൽ കിട്ടുന്ന ആൻസർ, ഒരു ആൻസർ കിട്ടും. ഫോർ എക്സാമ്പിൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണല്ലോ. ഈ 1/xനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത ലോഗ് എക്സ് കിട്ടുകയെ. എന്നാൽ ആലോചിച്ചൊക്കെ, റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ഈസ് കോൾഡ് ഇൻറ്റഗ്രേഷൻ എന്നാണ് പറയുന്നത്, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഡിഫറൻസിയേഷൻ കിട്ടുന്ന ആൻസറിനെ നേരെ അതിൻ്റെ ഇൻറ്റഗ്രൽ കണ്ടാൽ എന്താ കിട്ടുക? ലോഗ് എക്സ് ആണ്. അപ്പോൾ സാറേ 1/xനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് എക്സ് ആണല്ലേ? ആണെന്ന്. 1/x വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ചെയ്താൽ എന്താടാ? ലോഗ് എക്സ് ആണ്. സാറേ ലോഗ് എക്സ് ആണോ അതോ ലോഗ് മോഡെക്സ്? ലോഗ് മോഡെക്സ് ആണ് സാറേ. അതെന്താ ലോഗ് മോഡെക്സ് എന്ന് എഴുതാൻ കാരണം? സാറേ ലോഗ് എക്സ് എന്നല്ലേ, റിവേഴ്സ് പ്രോസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എക്സ് എന്നല്ലേ വരുള്ളൂ. ശരിയാണ്, പക്ഷേ ലോഗ് മോഡെക്സ് എഴുതാൻ കാരണം എന്താ അറിയോ? ലോഗ് ഓൾവേസ് പോസിറ്റീവാണ്, അതുകൊണ്ടാണ് ഈ മോഡ് വെച്ചിരിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ആ ആൻസറിനെ എഴുതേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് പഠിക്കണം? ലോഗ് മോഡെക്സ് എന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടോട്ട് നോക്കാം, നിങ്ങൾ നോക്കി നോക്കിയാൽ. അപ്പോൾ ഇൻറ്റഗ്രേഷൻ സാറേ 2 ഇവിടെ വെച്ചു. സാറേ ഇൻറ്റഗ്രൽ 1/x dxൻ്റെ ആൻസർ എന്താണ്? ലോഗ് മോഡെക്സ്. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? e⁻2 ലോഗ് മോഡെക്സ് എന്ന് കിട്ടി. സാറേ ആൻസർ ആയോ? ഇല്ല. ഇവിടെ ലോഗ് എലിമിനേഷൻ നടത്തണം സാർ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല, അതാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഫോർമുല കൂടെ പഠിക്കണം സാറേ. ഞങ്ങളെ കുഴപ്പിക്കുകയാണ് കൊണ്ടുപോകുന്നത് അല്ല മക്കളെ, കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേടാ. ലോഗ് x⁻n എന്ന് പറഞ്ഞാൽ എന്താടാ? n log x ആണ്. ലോഗ് x⁻n എന്ന് പറഞ്ഞാൽ എന്താടാ? n log x ആണ്. അപ്പോൾ n log x എന്ന് പറഞ്ഞാൽ തിരിച്ചും എന്ത് പറയാം? ലോഗ് x⁻n എന്ന് പറയാം അല്ലേ? ഇപ്പോൾ ഒരാൾ അതാണെന്ന് പറഞ്ഞാൽ അയാളെ തിരിച്ചും ഇങ്ങോട്ടും പറഞ്ഞൂടെ, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ലോഗ് x⁻n എന്ന് പറഞ്ഞാൽ n log x ആണ്, n log x എന്നാണ് ലോഗ് x⁻n ആണ്. ഇതിങ്ങനെ എഴുതാൻ കാരണമുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കി, ഇവിടെ നോക്കി നോക്കി, ഇത് കേട്ടോ, n log x എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ആണ്. ഇതിൽ n എന്ന് പറഞ്ഞാൽ 2 ആണ്, ലോഗ് എക്സ്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റിയിട്ട് എന്ത് എഴുതാം? ലോഗ് x⁻n എന്ന് എഴുതാം. അപ്പോൾ ഞാൻ ഇതിനെ ഈക്വൽ ടു ഞാൻ എഴുതാം കേട്ടോ, ഈ ലോഗ് മോഡ് എക്സ് n². ഇനി നമ്മൾ വമ്പൻ ഒരു പ്രോപ്പർട്ടി പഠിക്കും. ചിലപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് 1 മാർക്കിന് എക്സാമിന് സാധാരണ മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി ഇതാണ്, ഞാൻ ഇവിടെ കാണിക്കാം. അതായത് ഈ ലോഗ് f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോഗ് f(x) എന്ന് പറഞ്ഞാൽ f(x) ആ. എന്താ സാറേ, അതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പഠിക്ക്. ഈ ലോഗ് ക്യാൻസലാവും. ഈ ലോഗ് ഫോർമാറ്റിൽ എപ്പോഴും നമ്മൾ ആക്കണം. ഒരു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറിൻ്റെ ഒരു ആൻസർ ചെയ്യുമ്പോൾ 99.99%, 100% ഞാൻ പറഞ്ഞിട്ടില്ല, 99.9. അതായത് വരുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എടുത്തോ. എല്ലാ ക്വസ്റ്റ്യനും മിക്കവാറും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ലോഗ് ഫോർമാറ്റിൽ എത്തിയിട്ട് ഈ ലോഗിനെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? f(x). കാരണം ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഒരു ചെറിയ ആളാവണ്ടേ. അപ്പോൾ എപ്പോഴും ഇവിടെ ഒരു എലിമിനേഷൻ നടക്കണം, അത് ഓർത്താൽ മതി നിങ്ങൾ. അപ്പോൾ ഇവിടെ നോക്കി, ഈ ലോഗ് f(x) എന്ന് പറഞ്ഞാൽ f(x), അത് 1 മാർക്കിന് ചോദിക്കൂട്ടോ പ്രീവിയസ് ഇയർ. അപ്പോൾ ഈ ലോഗ് f(x) എന്ന് പറഞ്ഞാൽ f(x) ആ. അപ്പോൾ എപ്പോഴും ഈ ലോഗ് ഇവിടെ ഒരു ക്യാൻസലേഷൻ നടത്തണം. ഈ ലോഗ് ക്യാൻസൽ ഉണ്ടാവും, കാരണം ഈ ലോഗ് f(x) എന്ന് പറഞ്ഞാൽ f(x) ആ. അപ്പോൾ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ മക്കളെ? മോഡ് x². മോഡ് x² എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? x² അല്ലേ? കാരണം മോഡിന്റെ പർപ്പസ് തന്നെ എന്താ? പോസിറ്റീവ് നെഗറ്റീവ് ആക്കാന്നുള്ളത്. അപ്പോൾ മോഡ് x² എന്ന് പറഞ്ഞാലും x² എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള IF കിട്ടി മക്കളെ. എന്താണ് നമ്മുടെ IF കേട്ടോ? നിങ്ങൾ നല്ല നോട്ടിൽ വൃത്തിയിൽ എഴുതണേ. IF ഈക്വൽ ടു എന്ത് കിട്ടിയടാ? x² കിട്ടി. എല്ലാവരും നോക്കിയേ, വേണമെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. IF എന്ത് കിട്ടിയടാ? x² കിട്ടി. സാറേ IF x² കിട്ടിയാൽ നമ്മൾ ലക്ഷ്യത്തിലോട്ട് എത്തും. ലക്ഷ്യത്തിലോട്ട് 100% എത്തും. IF നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷ്യത്തിലോട്ട് 100% എത്തും. കാരണം ഇനി സിമ്പിളാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കിക്കേ, ജനറൽ സൊല്യൂഷൻ ഇങ്ങനെ എഴുതണ എക്സാമിന്. ജനറൽ സൊല്യൂഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ എഴുതണൊക്കെ ഭംഗിക്കാണ്, അതൊക്കെ എഴുതണം കേട്ടാ, ഒരു ഭംഗിക്ക് എഴുതി വെക്കുക. സോ y ഇൻറ്റു എന്താടാ ഇക്വേഷൻ പറഞ്ഞു? IF ഈക്വൽ ടു ഇൻറ്റഗ്രൽ എന്താണ് ഇക്വേഷൻ? Q ഇൻറ്റു IF dx ആണ്. സോ y ഇൻറ്റു IF അല്ലേ? y ഇൻറ്റു IF എന്താ കിട്ടി അല്ലേ? x² ആണ് കിട്ടിയത്. Q സാറേ Q എങ്ങനെ കിട്ടും? Q ഓൾറെഡി പറഞ്ഞു മക്കളെ, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആളാണ് Q. മക്കളെ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി നമ്മൾ ഇക്വേഷനിൽ ആരുണ്ടായിരുന്നു? ഇവിടെ എക്സിനൊക്കെ ഡിവൈഡ് ചെയ്ത്, അപ്പോൾ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. Q ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? x ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ x നമുക്ക് ഇവിടെ കൊടുക്കാം, x ഇൻറ്റു. ഇനി IF ഓൾറെഡി എന്താണ്? ഓൾറെഡി x² ആണ്, x² dx ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതോട് കൂടെ കഴിഞ്ഞു മക്കളെ. നോക്കി നോക്കി എത്ര സിമ്പിളാ. y x² ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കഴിഞ്ഞു. റൈറ്റ് ഹാൻഡ് സൈഡ് x ഇൻറ്റു x² എന്ന് പറഞ്ഞാൽ x³ സാറേ മനസ്സിലായാ? അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവൂലേ? x² ഇൻറ്റു x, x ഇൻറ്റു x x².
അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ്. അപ്പോൾ എക്സ് ക്യൂബ് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ്ലി സോൾവ്ഡ് ആയി. റൈറ്റ് ഹാൻഡ് സൈഡ് എക്സ് ക്യൂബിന് ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞാൽ അതോടുകൂടെ പ്രോബ്ലം കഴിഞ്ഞു. 4 മാർക്ക് നമുക്ക് കിട്ടി. അപ്പോൾ സാറേ ജനറലി ഇൻറ്റഗ്രേഷൻ്റെ ഒരു കാര്യം പഠിക്കണം. ഞാൻ അപ്പോൾ നിങ്ങൾ ഇൻറ്റഗ്രേഷൻ കംപ്ലീറ്റ് പഠിപ്പിക്കണമെന്നില്ല അവിടെ മാർക്ക് പഠിക്കാൻ. ജനറലി എക്സ് റേസ് ടു എൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്താടാ എക്സ് റേസ് ടു n+1 എന്താണ് n+1 + c ആണ് അല്ലേ? അതായത് ഒന്ന് കൂട്ടിയിട്ട് എഴുതാം. ഇതൊക്കെ നിങ്ങൾ ട്രിക്കിൽ പഠിച്ചോടാ. ഒന്ന് കൂട്ടി എഴുതാം. 3 ഉള്ളത് 4 ആക്കുക, 4 അടിയിലിട്ട് കൊടുക്കുക +c. ഓക്കെ ആൻസർ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പറ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടഫാണോ? ടഫൊന്നുമല്ല, വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പഠിക്കുകയാണെങ്കിൽ വരുന്ന എക്സാമിന് നിങ്ങൾക്ക് ലീനിയർ വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഇപ്പോൾ ഇതൊരു ക്വസ്റ്റിനേ ആയിട്ടുള്ളൂ, ക്വസ്റ്റ്യൻസ് ഇനി വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്പീഡിൽ നമുക്ക് ചെയ്യാം, സ്പീഡിൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ കേട്ടോ. ഏതെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാം കേട്ടോ. പിന്നെ ക്ലാസ്സിന് ലൈക്കൊക്കെ തരണം കേട്ടോ. നിങ്ങൾ കുറേ പേര് ലൈക്ക് തരുന്നില്ല, അതാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ മടി. നിങ്ങൾ നല്ല ലൈക്ക് തരണം. ക്ലാസ്സിന് ലൈക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ വീഡിയോ എക്സാമിന് കൂടുതൽ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ ആണ്. അല്ല, ഇതൊരു പാറ്റേൺ ആണ്. ഇത് എക്സാമിന് വന്നൊരു പാറ്റേൺ ആണ്, പ്രീവിയസ് ഇയർ ആണ്. എങ്ങനെ വന്നല്ലേ ഈ ലോഗ് എഫ് ഓഫ് എക്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എങ്ങനെ 1 മാർക്കിന് ചോദിക്കും എന്ന് പറഞ്ഞില്ലേ. നമുക്ക് ഈ ലോഗ് ക്യാൻസൽ ആവും, നമ്മൾ ഉത്തരത്തിലിടാ എഫ് ഓഫ് എക്സ്. ഇത് 1 മാർക്കിന് ചോദിക്കൂട്ടാ. പിന്നെ എക്സിൻ്റെ ലോഗ്സ് ഇത് അവിടെ എടുക്കട്ടെ, നമുക്ക് പിന്നെ ചെയ്യാം. കാരണം സാർ ഈ എക്സിൻ്റെ ലോഗ്സ് എന്തോ ഒരു പ്രശ്നക്കാരനാണല്ലോ. ഈ എക്സിൻ്റെ ലോഗ്സ് ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രോബ്ലം. ഈ എക്സിൻ്റെ ലോഗ്സ് ഓൾറെഡി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ വരുന്നതാണ്. നമ്മളിവിടെ ഒരു ഇൻറ്റഗ്രേഷൻ ചെയ്യണ്ടേ റൈറ്റ് ഹാൻഡ് സൈഡിൽ Q × IF എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടെ വരുമ്പോൾ ഈ എക്സിൻ്റെ ലോഗ്സ് ഓൾറെഡി വരും. അപ്പോൾ ഇത് ഇൻറ്റഗ്രേഷനിലുള്ള പ്രോഡക്റ്റ് റൂളാണ് ആക്ച്വലി. അത് സിമ്പിളാണ്, ഞാൻ ഇവിടെ പറഞ്ഞുതരാം, വളരെ സ്പീഡിൽ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് എക്സാമിന് ഇൻറ്റഗ്രേഷൻ ചോദിക്കാറുണ്ട്, 1 മാർക്ക് 2 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കേ. dy/dx y/x log x. സാറേ ഇത് പെർഫെക്റ്റ്ലി അല്ലേ, ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ രക്ഷപ്പെടും. ഇത് പെർഫെക്റ്റ്ലി എന്താണ് മക്കളെ നമ്മൾ പഠിച്ച ഫോർമാറ്റാണ് അല്ലേ. py = q എന്നാണ്. കാരണം dy/dxന്റെ കുറേ സാറേ ആരുമില്ല ഡിസ്റ്റർബ് ചെയ്തിട്ട് എക്സോ x² ആരുമില്ല, സൈനോ കോസോ ഒന്നുമില്ല. സൈനും കോസൊക്കെ വരുന്നുണ്ട് പ്രോബ്ലം. അതൊക്കെ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ആണ്, അതൊക്കെ പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ dy/dxനെ ആരും ഡിസ്റ്റർബ് ചെയ്തിട്ട് എന്തില്ല, ആരുമില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സാറേ പി ഐഡൻറ്റിഫൈ ചെയ്യാം. വൈയുടെ കൂടെ ആരാണോ അവനാ പി. മക്കളെ അടിയിലാണ് എക്സ് കേട്ടോ. അപ്പോൾ മുകളിൽ സാർ ആരുണ്ടാവും, ഒന്നുണ്ടാവും, അദൃശ്യനായിട്ട് ഒന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ പി ആരാണ് മക്കളെ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞോ. പി ആരാടാ 1/x ആണ്. ക്യൂ ആരാണ് മക്കളെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരാളുള്ളത്, log x ആണ്. കംപ്ലീറ്റ്ലി നമ്മളെ ക്യൂ ആണ്. ആര് മാത്രമേ ഉള്ളൂ, log x മാത്രമേ ഉള്ളൂ. ഇനി പെട്ടപ്പെട്ടാച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി നേരെ പറഞ്ഞു IF-ന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞു. ഇനി നേരെ നമ്മൾ ചെയ്ത പോലെ ഇൻ്റഗ്രൽ TdX ആണ്. എല്ലാവരും ചെയ്തോ. ഇനി ഇൻ്റഗ്രൽ ഇടാ, പി എത്ര ഇടാ 1/x dx. സാറേ വളരെ സിമ്പിൾ അല്ലേ. 1/x ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ പറഞ്ഞു, ഇൻ്റഗ്രൽ 1/x എന്താ ലോഗ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണ്, ലോഗ് mod x. ഈ ലോഗ് ക്യാൻസൽ ആയത് കിട്ടൂടാ mod x എന്ന് പറഞ്ഞാൽ എക്സ് ഉണ്ടാവും. ഇപ്പോൾ ഉണ്ടാവും, അപ്പോൾ വളരെ ഫാസ്റ്റ് ആവണം ഉണ്ടാവും. ഇതിൻ്റെ ഒരു ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ IF-x ഇതിൻ്റെ ഒരു ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പടപടായി നമുക്ക് പോകാൻ പറ്റും. ഓക്കേടാ, അപ്പോൾ IF കിട്ടി. ഇനിയിപ്പോൾ എന്താ പണി അല്ലേ. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പേജിലോട്ട് വരാം അല്ലേ. അതവിടെ കിടക്കട്ടെ, വേറൊരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ വേണമല്ലോ. ഓക്കെ ഞാനിവിടെ ചെയ്യട്ടെ, ഇവിടെ ചെയ്യാനുള്ളതന്നെ ഉള്ളൂ. ഇത് കൂടുതൽ സ്പേസ് ഒന്നും വേണ്ടതാണ്. ഓക്കെ, y × IF എന്താണ് നമ്മളെ ജനറൽ സൊല്യൂഷൻ പറഞ്ഞാൽ എഴുതിക്കൂടെ നിങ്ങൾ. എൻ്റെ മുഖം കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ y × IF ഇൻ്റഗ്രൽ Q × IF dx നിങ്ങളാണ് ചെയ്തോടെ, സാറ് സപ്പോർട്ടായിട്ട് ഇവിടെ ഉണ്ട്. സോ y × IF എന്താണ്, സിംപ്ലി എക്സ് ആണ്. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ എക്സ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കഴിഞ്ഞു. സോ ഇൻ്റഗ്രൽ Q എന്താ മക്കളെ, Q നമുക്ക് log x ആണ്. log x ആണ്. × IF എന്താണ്, x dx ആ. സാറേ ഇൻ്റഗ്രേഷൻ പണി പാളുമില്ലടാ. 1 2 2 ഫംഗ്ഷൻ ഉണ്ട് മക്കളെ. ഓക്കെ, 2 ഫംഗ്ഷൻ ഉണ്ട്, log x × x ഉണ്ട്. ആക്ച്വലി നമ്മളിത് ഇൻ്റഗ്രേഷൻ കൂടെ ഇവിടെ വരണം കേട്ടോ. ഇൻ്റഗ്രേഷൻ്റെ ചെറിയ പാർട്ട് ഇതിൽ വരുന്നുണ്ട്, പക്ഷേ മൈന്യൂട്ട് ഇൻ്റഗ്രേഷനൊക്കെ വരുന്നുള്ളൂ. ഇതുപോലെ പ്രോഡക്റ്റ് റൂളൊക്കെ, രസകരമായ പ്രോഡക്റ്റ് റൂളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണല്ലോ, അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഒരു പ്രോഡക്റ്റ് റൂളും കൂടെ നമ്മൾ ചെയ്യണം. കാരണം ഇതുവരെ ചെയ്ത സാർ എത്ര മാർക്ക് കിട്ടും, എനിക്ക് തോന്നുന്നു 2 മാർക്ക് കിട്ടും. 2 മാർക്ക് കിട്ടാം. ഇതുവരെയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിക്ക് 2 മാർക്ക് കിട്ടാം. രണ്ടെങ്കിലും മേടിക്കാം. ഇനി ഇതിൻ്റെ ശേഷമുള്ളത് ഇൻ്റഗ്രേഷനാണ്. പക്ഷേ സാറേ ഞാൻ ഇൻ്റഗ്രേഷൻ എനിക്ക് പേടിയാണ്. ഇൻ്റഗ്രേഷൻ പേടിക്കേണ്ട മക്കളെ, ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് റൂൾ ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിളാണ്. ആ പ്രോഡക്റ്റ് റൂൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാർക്കുമായി പ്രോഡക്റ്റ് റൂളിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഭാഗം മാത്രമേ ചെയ്യാനുള്ളൂ കേട്ടോ. ഈ ഭാഗം കിട്ടുന്ന ആൻസർ എന്താണ് അത് ഇവിടെ കൊടുത്താൽ +c ഇട്ട ആൻസർ കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ ഇവിടെയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഞാൻ വേറൊരു പേജ് ഇല്ല ഞാൻ എടുക്കാൻ. അപ്പോൾ ഞാൻ വിമണ്ട് ചെയ്യാനേ. ഓക്കെ, ഇനി ശ്രദ്ധിക്കും. അപ്പോൾ ഈ ഭാഗമാണ് ഞാൻ ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ്റെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് yx = ഇൻ്റഗ്രൽ log x × x dx എന്ന് പറയുന്നതാണ്. ഇത് ഒന്നാമത്തെ ആളും ഇത് രണ്ടാമത്തെ ആളും. പിന്നെ വേറൊരു കാര്യം, ഇത് ഓൾറെഡി ലോഗിലാണ് ആദ്യം കിടക്കുന്നത്. കാരണം ഈ പ്രോഡക്റ്റുകൾ ചെയ്യുമ്പോൾ ലോഗിന് പ്രയോറിറ്റി കൊടുക്കണം. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വരും,
ഇതിലിട്ട് ഞാൻ പറഞ്ഞു ഇൻറ്റഗ്രേഷനിലാണ് ഞാൻ പറഞ്ഞിട്ടോ, കാരണം അത് ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഇതെങ്ങനെ അവിടെ ഇൻറ്റഗ്രേഷനിൽ ചോദിച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ. എക്സ് ലോഗ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇൻറ്റഗ്രേഷനിൽ ഇത് പ്രോബ്ലം വരിക. പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ലോഗിന് പ്രയോറിറ്റി ആദ്യം കൊടുക്കണം. അത് ഹൈലൈറ്റ് റൂൾ എന്നൊക്കെ പറയും. നിങ്ങൾ ഇനിയിപ്പോൾ റൂളൊന്നും ഈ അവസാന സമയത്ത് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ലോഗിന് പ്രയോറിറ്റി കൊടുത്താൽ ലോഗ് മാത്രം പഠിച്ചാൽ മതി. ലോഗിന് ആദ്യം വെച്ചിട്ട് വേണം പ്രൊഡക്റ്റ് റൂൾ ചെയ്യാൻ, അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ 0 മാർക്കാണ് കിട്ടുക. പക്ഷേ ഇവിടെ നമുക്ക് ഭാഗ്യത്തിന് എന്താണ്, ഓൾറെഡി Q × IF എന്ന് വന്നപ്പോൾ Q log Xും IF Xും ആയതുകൊണ്ട് ഇത് കറക്റ്റ് ഓർഡറിലാണ് വന്ന് കിടക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ അങ്ങോട്ട് പഠിച്ച് മാറണമെന്ന് പറഞ്ഞാൽ ലോഗിന് പ്രയോറിറ്റി കൂടുതൽ ലോഗിനെ ആദ്യം വന്ന് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമാധാനമാണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. റൂൾ ഇതാണ്, ആദ്യമുള്ള ആളെ വെറുതെ വെക്കുക. പഠിച്ചോട്ടെ, അതൊരു ബനാന ടോക്ക് പോലെ, മീൻസ് എന്താ പറയുക, കാണാപ്പാടം പഠിക്കുക, ഒരു ട്രിക്കിൽ പഠിക്കാം കേട്ടോ. നമ്മൾ പ്രോഡക്റ്റ് റൂൾ പഠിക്കില്ല. ആദ്യമുള്ള ആളെ വെറുതെ വെക്കുക, രണ്ടാമത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, പ്ലസ് രണ്ടാമത്തെ ആളെ വെറുതെ വെക്കുക, ആദ്യത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് സാധനമല്ലേ. ഇതേപോലെ ഇൻറ്റഗ്രേഷനിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ, പഠിച്ചോ. ഇപ്പം തന്നെ പഠിച്ചോ. ആദ്യമുള്ള ആളെ വെറുതെ വെക്കുക കേട്ടോ, പഠിച്ചോ. ആദ്യമുള്ള ആൾ സാറ് ലോഗ്സ് അല്ലേ ആദ്യം വെറുതെ വെക്കുക. രണ്ടാമത്തെ ആളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. രണ്ടാമത്തെ ആളാണ് എക്സ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ DX ഇട്ട് കൊടുക്കണമല്ലോ. മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് dy/dx ഓഫ് ആദ്യമുള്ള ആളെ സാറെ വെറുതെ വെക്കുക, ആരാണ്, log x ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് രണ്ടാമത്തെ ആളാരാ, എക്സ് dx. അത് മാത്രമല്ല ഓൾ dx. ചില ആളുകളെ കിളിപ്പോൾ തന്നെ പോയിട്ടുണ്ടോ, എൻ്റെ പൊന്നോ ഇൻറ്റഗ്രേഷൻ. നിങ്ങൾ 2 വട്ടം കേൾക്കാൻ സാറ് സമയം കൂടുതൽ പോകും, വീഡിയോക്ക് ലെങ്ത്ത് കൂടും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. ഇനി സിംപ്ലിഫൈ ചെയ്യാണ്. log x ഇനി എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കുറേ പേര് 1 എന്നാ പറയാൻ ശ്രമിക്കുക. കാരണം എല്ലാവർക്കും അറിയുന്നത് എന്താ സാറേ, എക്സിൻ്റെ ഡെറിവേറ്റീവ് സാറേ 1 ആണ്. 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണെങ്കിൽ 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമാണ് എക്സ് വരിക. 1 വിത്ത് റെസ്പെക്ട് ടു DX ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വരും. ഓക്കെ, പക്ഷേ ഇവിടെ എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ കുറേ പേര് 1 എന്ന് എഴുതിയിരിക്കുന്നത് തെറ്റാണ്. എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ x²/2. അതെങ്ങനെ കിട്ടി, എക്സിൻ്റെ മണ്ടമ 1 ഉണ്ട്. അപ്പോൾ x⁻n എന്ന് പറഞ്ഞ പാറ്റേണിലോട്ടാണ് പോവുക. കാരണം x⁻n ഇൻറ്റഗ്രേറ്റ് ചെയ്ത് x⁻n+1/n+1 അല്ലടാ. അപ്പോൾ ഒന്നാണെങ്കിലും കൂടുതൽ ഇടുക അല്ലേ. അപ്പോൾ എന്ത് വരും, x²/2 കേട്ടോ. അത് തെറ്റിക്കും കുറേ പേര്, ശ്രദ്ധിക്കണേ. ഇനി ഇൻറ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് log x 1/x. ഇൻറ്റഗ്രൽ അങ്ങനെ തന്നെ ഇടണം കേട്ടോ. ഇനി എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ സാറേ വീണ്ടും സെയിം സാധനം അല്ലേ. അപ്പോൾ എന്ത് വരും ഇവിടെ, x²/2 dx. ഞാൻ ആരൊക്കെ ക്യാൻസൽ ആവൂടാ, ഈ എക്സ്, കാരണം ഇത് ഇൻറ്റു ആയതുകൊണ്ടാട്ടോ. ഈ എക്സും ഈ x² എക്സും ക്യാൻസൽഡ് ആവും. അങ്ങനെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ, പറഞ്ഞോ എന്താ ഇവിടെ നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്യാം. പറഞ്ഞോ എന്ത് കിട്ടും, log x × x² മൈനസ് ഇൻറ്റഗ്രൽ ഓഫ്, ഇനി എന്ത് മാത്രമല്ലോടാ, ഒരു 1/2 കോൺസ്റ്റന്റ് ഉണ്ട്. ആ കോൺസ്റ്റന്റ് എടുത്തിട്ട് പുറത്ത് കിട്ടും. കാരണം കോൺസ്റ്റന്റ് നമ്മൾ ചെരുപ്പ് പുറത്ത് വെക്കണം എന്ന് പറഞ്ഞ പോലെ കോൺസ്റ്റന്റുകൾ എടുത്ത് പുറത്തേക്ക് വെക്കണം. x² x. അപ്പോൾ എന്ത് വരടാ, x dx. ഞാൻ ഇവിടെ താഴ്ത്ത് വരെ ബ്ലോക്ക് ആക്കാം. ഓക്കെ, ഇങ്ങനെ ആവും. ഇനി log x × ഇതൊക്കെ കഴിഞ്ഞു, ആൻസർ ഒക്കെ കഴിഞ്ഞു. -1/2. എക്സിൻ്റെ പവറിൽ 1 ആണല്ലോ. എക്സിനെ അഗെയിൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്താണ് വരിക, x²/2. ആൻസർ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ കേട്ടോ. സോ ഫൈനൽ ആൻസർ yx = ഇതാണ് നമ്മളെ ആൻസർ. ഓക്കെ, പിന്നെ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും സാറേ 1/2 രണ്ടിൽ കോമൺ അല്ലേ, പുറത്ത് എടുക്കട്ടെ. അതൊക്കെ നിങ്ങളുടെ സൗകര്യം കേട്ടോ. ഇവിടെ ഒരു 1/2 ഉണ്ട്, ഇവിടെ ഒരു 1/2 ഉണ്ട്. കോമൺ 1/2 പുറത്തേക്ക് എടുക്കാം. ഓക്കെ, എന്നിട്ട് പുറത്തേക്ക് എടുത്തിട്ടാണെങ്കിൽ ഇങ്ങനെ കീ വരും കേട്ടോ. വേണ്ട ആളുകൾ മാത്രമേ ഇത് മതിട്ടാ. ചില ആളുകൾക്ക് സാറേ ഇതൊക്കെ എന്തിനാണ് സാറേ എന്നൊക്കെ പറയും. അപ്പോൾ അവരൊന്നും ഇത് ചെയ്യണ്ട. എല്ലാത്ത ആളുകൾ കുറച്ചൊരു അഡ്വാൻസ് ലെവലിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതന്നെ എന്താണ് ആൻസർ അത് എഴുതി വെച്ചാൽ കേട്ടോ, +c കേട്ടോ. ഇവിടെ 1/2 ഇല്ല, ഞാൻ വിട്ടുപോയി കേട്ടോ. കോമൺ ആയിട്ടുള്ള ആളുകൾ നമുക്ക് എന്ത് ചെയ്താൽ പുറത്തേക്ക് എടുക്കാം. സാറേ x² പുറത്തല്ലേ, ആ ശരിയാണ്, x² പുറത്തേക്ക് എടുക്കാമല്ലോ അല്ലേ. അപ്പോൾ x²/2 രണ്ടിലും കോമൺ ഉണ്ടല്ലോ, കറക്റ്റ് തന്നെയല്ലടാ. x²/2 x²/2. ഓക്കെ, അപ്പോൾ x²/2 പുറത്തേക്ക് എടുക്കാം കേട്ടോ. log x/1/2 കിട്ടും കേട്ടോ, +c. ഇതാണ് കറക്റ്റ് കീ. അപ്പം നിർബന്ധമൊന്നുമില്ല, നിർബന്ധമല്ലാതെ കീ ഇങ്ങനെ ആയിരിക്കും വരിക. നിർബന്ധിക്കാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തോ കേട്ടോ. കോമൺ എപ്പോഴും മാത്സിൻ്റെ റൂൾ. അത് മാത്സ് എന്നല്ലടാ, എവിടെ അങ്ങനെ തന്നെ ഫിസിക്സ് പഠിക്കുമ്പോഴും കെമിസ്ട്രി എല്ലായിടത്തും കോമൺ ഉള്ളെങ്കിൽ പുറത്തേക്ക് വെക്കൂലേ. മാക്സിമം കോമൺ ആണ് പുറത്തേക്ക് വെക്കുക. അപ്പോൾ x²/2 കോമൺ ആണ്, x²/2 പോകണം. അത് പുറത്തെടുത്താൽ log x - ½. അതിപ്പോൾ എന്താ വലിയ ലോജിക്കൊന്നുമില്ല കേട്ടോ. സോ ഇതാണ് ഫൈനൽ കീ. ഫൈനൽ കീ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യണേ. ശരി, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. നമ്മളിത് വാങ്ങിക്കും കേട്ടോ. വന്നാൽ ലീനിയർ വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ആളുകൾക്കല്ലേ ഇപ്പം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. കാണാത്ത ആളുകളെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ, സാധ്യത എന്നൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ മോസ്റ്റ് പ്രോബ്ലി ലീനിയർ തന്നെയാണ് ചോദിക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ട്രസ്റ്റിൽ നമ്മൾ പഠിക്ക്, സംഭവിക്കട്ടെ കേട്ടോ. ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് cos x dy/dx. സമയം പടവളാച്ചിട്ടാണ് പോകുന്നത്, വലിയ ലെങ്തി ഔട്ടാ വീഡിയോ. പക്ഷെ ഞാനിത് ഇങ്ങനെ പറഞ്ഞു തന്നാലാണ് നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ, ഒരു ആവറേജ് ആളുകൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. സ്പീഡിൽ ഞാൻ ഇതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കത്തൂല മക്കളെ. നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടണം, എക്സാമിന് ഒരു 4 മാർക്ക് കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
cos x dy by dx plus y sin x equal to tan square x. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രോബ്ലം എന്താ, ഇത് ലീനിയർ പാറ്റേൺ തന്നെയാണ്, പക്ഷേ dy by dxന്റെ സാറേ നമുക്ക് ആരുണ്ട്, cos x ഉണ്ട്, cos x വേണ്ട സാറേ അല്ലേ, അപ്പോൾ cos x നെ കളയണം. അപ്പോൾ cos x നെ കളയാൻ എന്ത് ചെയ്യണം, ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യണം, cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മാത്സിൻ്റെ റൂൾ മറക്കരുത്, എവിടെ cos x കൊടുക്കുന്നോ എല്ലായിടത്തും cos x കൊടുക്കണം. അപ്പോൾ ഈ cos x ഇവിടെ വെട്ടിപ്പോയി, നമുക്ക് എന്ത് കിട്ടിയടാ, dy by dx പ്ലസ് സൈൻ ബൈ കോസ് ടാൻ. എന്താണ് സാറേ ട്രിഗണോമെട്രി ഒക്കെ പറയുന്നത്, ഇവിടെ അങ്ങനെയൊക്കെ വരും കേട്ടാ. സൈൻ ബൈ കോസ് ടാൻ ആണ് നമ്മൾ പഠിക്കുക കേട്ടാ. സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ. അപ്പോൾ ഇവിടെ എന്താ വരിക, ടാൻ എക്സ് വൈ. സാറേ വൈ ടാൻ എക്സ് എന്ന് എഴുതിയ കുഴപ്പമുണ്ടോ, ഇല്ല, അതൊക്കെ നിങ്ങളുടെ സൗകര്യം. വൈ ടാൻ എക്സ് എന്നൊക്കെ എഴുതിയാലും മതി കേട്ടാ. വൈ ടാൻ എക്സ് കേട്ടാ, ഇപ്പം ഇങ്ങനെ എഴുതിയൊക്കെ ചില പേടിയുണ്ടോ, വൈ ടാൻ എക്സ് എന്നാക്കാം കേട്ടാ. ടെൻഷൻ ഇല്ല, പരമാവധി ടെൻഷൻ കുറക്കാം. ഓക്കെ, സോ ടാൻ സ്ക്വയർ എക്സ് ബൈ കോസ് എക്സ് ഉണ്ടാ, അങ്ങനെ കിടക്കട്ടെ. ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്, തൽക്കാലം അത് മതി, അവിടെ നിന്നോട്ടെ, ഇനി കൂടുതലോട്ട് പോകണ്ട. നമുക്ക് ഐഡന്റിഫിക്കേഷൻ വേഗം നടത്താം. പി ഈക്വൽ ടു ടാൻ എക്സ്, കാരണം വൈയുടെ കൂടുതലാണല്ലോ പി അല്ലേ. ക്യൂ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ മൊത്തം തൂക്കിയിട്ടോ ടാൻ സ്ക്വയർ എക്സ് ബൈ കോസ് എക്സ്. ചില ആളുകൾ ഡൗട്ട് ഉണ്ടാവും, സാറേ ഇവിടെ 1 ബൈ കോസ് ഞാൻ സീക്കൊക്കെ ആക്കട്ടെ, ടീച്ചറൊക്കെ സ്കൂളിൽ അങ്ങനെയല്ലേ പറഞ്ഞു. അതൊക്കെ നമുക്ക് ചെയ്യാം, സമാധാനമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സിംപ്ലി ഇപ്പം നമ്മൾ വേഗം ഐഡന്റിഫൈ ചെയ്യുക, പിയും ക്യൂ ഐഡന്റിഫൈ ചെയ്യുക. മാർക്ക് കണ്ട് പോരട്ടെ, ഒരു 1.5 മാർക്ക് ഇപ്പം ആയില്ലോ. ഇനി നേരെ ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടറിലോട്ട് പോവാം. അപ്പോൾ ശ്രദ്ധിച്ചോ, ഐ എഫ് ഈക്വൽ ടു എന്താടാ ഫോർമുല, ഇ പവർ ഇൻറ്റഗ്രൽ പി ഡി എക്സ്. ഇ പവർ ഇൻറ്റഗ്രൽ പി എന്താടാ, ടാൻ എക്സ് ഡി എക്സ്. സാറേ ഇൻറ്റഗ്രൽ ടാൻ എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തെന്താ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഇൻറ്റഗ്രൽ ടാൻ എക്സിൻ്റെ ആൻസർ ബൈ ഹാർട്ട് ചെയ്തോന്നാ, ലോഗ് മോഡ് സീക്ക് ആണ്. ഇത് ഇൻറ്റഗ്രേഷനുള്ള റിസൾട്ട്, അത് കിട്ടിയ മെത്തേഡുകളൊക്കെ ഉണ്ട്, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് എക്സാമിന് വരികയാണെങ്കിൽ ബൈ ഹാർട്ട് ചെയ്തു കാരണം ഇത് 1 മാർക്കിനും ചോദിക്കാറുണ്ട്. ഇൻറ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു സം ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രീവിയസ് ഇയർ ഇൻറ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലോഗ് മോഡ് സീക്ക് എക്സ് എന്നുള്ളത് കാണാതെ എല്ലാവരും പഠിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് കാണാതെ പഠിക്കാനാണ്. ലോഗ് മോഡ് എന്താണ് ആൻസർ, കാരണം ഇത് ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞു, ഒറ്റയടിക്ക് ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞു. ലോഗിലാണ് വരാമെന്ന് നിങ്ങൾക്ക് അറിയാലോ, കാരണം ലോഗ് ക്യാൻസൽ ആവണ്ടേ, ഈ ലോഗ് ക്യാൻസൽ ആവണ്ടേ. അപ്പോൾ ലോഗ് എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയിൽ വരും. മോഡ് സീക്ക് എക്സ് ആണെന്നുള്ളത് കൂടെ പഠിച്ചു വെക്കുക കേട്ടോ, ടാൻ എക്സിൻ്റെ. അപ്പോൾ ഈ ലോഗ് ക്യാൻസൽ ആവും, മോഡ് സീക്ക് എക്സ് അല്ലേ, മോഡ് സീക്ക് എക്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്തെന്നെ മക്കളെ, സീക്ക് എക്സ് തന്നെ. അപ്പോൾ ഐ എഫ് കിട്ടിയടാ, ഈ ക്വസ്റ്റ്യൻ വരും കേട്ടോ എക്സാമിന്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഐ എഫ് സീക്ക് എക്സ് കിട്ടി. എല്ലാവരും ഐ എഫ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ചെയ്തോട്ടോ. ഓക്കെ, ഐ എഫ് കഴിഞ്ഞാൽ നമുക്ക് ജനറൽ സൊല്യൂഷനിലോട്ട് പോകാം. പിന്നെ പഴയ പോലെ തന്നെ ജനറൽ സൊല്യൂഷൻ ഈസ്. അപ്പോൾ നമുക്ക് നോക്കാം, ജനറൽ സൊല്യൂഷൻ നമുക്കറിയാം y ഇൻറ്റു ഐ എഫ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് ഡി എക്സ് എന്നാണ്. സോ y ഇൻറ്റു ഐ എഫ് നമുക്ക് എന്ത് കിട്ടിയടാ, സീക്ക് എക്സ്. സോ ഇൻറ്റഗ്രൽ ക്യൂ എന്താ, ക്യൂ നമുക്ക് ബാക്ക് ഔട്ട് നോക്കണം അല്ലേ. ക്യൂടെ എന്ത് ചെയ്യുന്നു, ടാൻ സ്ക്വയർ എക്സ് ബൈ കോസ് എക്സ് അല്ലേ, ടാൻ സ്ക്വയർ എക്സ് ബൈ കോസ് എക്സ്. വീണ്ടും ഐ എഫ് എന്താ കിട്ടുക, സീക്ക് എക്സ് ആണ്, ഡി എക്സ് ആണ്. ഈ ഒരു കോളത്തിലോട്ട് നമ്മൾ ഇതിനെ മാറ്റി. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കഴിഞ്ഞു കേട്ടോ, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മളൊരു ഇൻറ്റഗ്രേഷൻ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. കുറേ പേർക്ക് പേടിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡൊക്കെ, സാറേ 100-200 കണക്കിന് ക്വസ്റ്റ്യൻസ് ഇൻറ്റഗ്രേഷനിലുള്ളതല്ലേ. ഞാൻ പോവാണ്, മക്കളെ നിർത്തണ്ട, അത് സിമ്പിളാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, ഈ ഒരു പ്രോബ്ലം ചെയ്ത് പഠിക്കും നിങ്ങൾ പ്രോപ്പറായിട്ട്. ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആധികാരികമായിട്ട് ഇപ്പോൾ പഠിപ്പിക്കണമെന്നില്ല, കാരണം അത് അതിന് പറ്റിയ പ്ലാറ്റ്ഫോം അല്ല ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്ലാറ്റ്ഫോം. അത് ഇൻറ്റഗ്രേഷൻ പറയുമ്പോൾ അത് അവിടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻറ്റഗ്രേഷൻ പഠിച്ചില്ലെങ്കിലും കൂടി +2 നല്ല മാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും. മീൻസ് ഫുൾ മാർക്ക് വേണമെങ്കിൽ സ്കോർ ചെയ്യാം, അങ്ങനെ കണ്ടിട്ടോ. ഇൻറ്റഗ്രേഷൻ ഇല്ലാണ്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു കുട്ടിക്ക് 60-60 സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ, കാരണം ഇൻറ്റഗ്രേഷൻ ഇല്ലാണ്ടിയും കിട്ടും. മീൻസ് അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽ പഠിക്കണേ. ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് ആവറേജ് കോമൺ ആയിട്ട് പഠിച്ചിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഇപ്പോൾ ലാസ്റ്റ് സമയത്ത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. സമയം ഉണ്ടെങ്കിൽ ഇൻറ്റഗ്രേഷനൊക്കെ പഠിക്കുക. അതല്ല നിങ്ങൾ ലാസ്റ്റ് സമയത്ത് ഇൻറ്റഗ്രേഷൻ ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ കെട്ടി മറിയേണ്ട, ബാക്കിയുള്ള ഏരിയകളൊക്കെ നന്നായിട്ട് പഠിക്കുക, അതാണ് നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. സോ 1 ബൈ കോസ് എക്സ്, ഇവിടെ ഈ 1 ബൈ കോസ് എക്സിന് നമുക്ക് മാറ്റാം. സാർ എന്തൊക്കെയാണ് പറയുന്നത്, 1 ബൈ കോസടാ എസ് പഠിക്കാടാ, ട്രിഗണോമെട്രിയിലെ സീക്കാണ്. 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ സീക്കാണ്. അപ്പോൾ 1 ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ സാറേ, സീക്ക് എക്സ്. 1 ബൈ സൈൻ എന്താടാ, 1 ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കൊസീക്കാണ്. ഒന്നും ഇപ്പോൾ നമുക്കിവിടെ വേണ്ട, നമുക്ക് ആവശ്യമുള്ള മാത്രം മതിയല്ലോ. 1 ബൈ കോസ് സീക്കാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ഇവിടെ, y ഇൻറ്റു സാറേ ഇൻറ്റഗ്രേഷൻ അപ്പോൾ ചെയ്യുന്നില്ല, ഇൻറ്റഗ്രേഷൻ ചെയ്യുക, ധൃതി കാണിക്കല്ലേ. 1 ബൈ കോസ് എന്താണ്, സീക്കാണ്. ഇവിടെ ഓൾറെഡി ഒരു സീക്ക് ഉണ്ട് അല്ലേ, സീക്കും കമ്പനി ആയി കഴിഞ്ഞാൽ എന്താവും, അവർ തമ്മിൽ എന്താവും, സ്ക്വയർ ആവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് എന്താ കൂടാ, സീക്ക് സ്ക്വയർ എക്സ് ആവും, ഡി എക്സ് ആവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ഇത് എങ്ങനെ സാറേ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, ഒരു ഫംഗ്ഷനും ഒരു ഡെറിവേറ്റീവും നമ്മളെ ഇൻറ്റഗ്രേഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം എന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പറയുന്നത്. എങ്ങനെയാണ് ഒന്നും മനസ്സിലായില്ല.
ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും, അതിന് ഏതാ ഫംഗ്ഷൻ ഏതാ ഡെറിവേറ്റീവ് എന്ന് മനസ്സിലായി. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് സീക്ക് സ്ക്വയർ എക്സ് നമുക്ക് അറിയണം കേട്ടോ. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ? സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ആരെ തിരഞ്ഞെടുക്കാം? ടി ആയിട്ട് നമുക്ക് ടാൻ എക്സിന് എടുക്കാം. നിങ്ങളെ സ്കൂളിൽ ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ യു ആണോ എടുത്തതെന്ന് എനിക്കറിയില്ല. യു ആണെങ്കിൽ യു എന്ന് പറഞ്ഞെടുത്തോ. എടാ നോർമലി ടി ആണ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അതൊക്കെ വെച്ചിട്ട് ഞാൻ ടി ആണ് എടുത്തിട്ടുള്ളത്. ടി ഈക്വൽ ടു ടാൻ എക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡി ടി ബൈ ഡി എക്സ് എന്താ വരിക? ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഡി ടി ഇവിടെ നിർത്താം. അപ്പോൾ എന്ത് വരും? സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ്. കംപ്ലീറ്റ്ലി ഇതിനെ പിടിച്ച് മാറ്റാം. കംപ്ലീറ്റ്ലി ഇതിനെ പിടിച്ച് മാറ്റി എന്താക്കാം? ടിയുടെ ടെർമിലോട്ട് ആക്കാം. അപ്പോൾ ഞാൻ ടിയുടെ ടെർമിലോട്ട് ആക്കുകയാണേ. ഞാൻ ഇവിടെ ചെയ്യട്ടടാ, ഇങ്ങനെ കട്ടാക്കിയിട്ട് ഓക്കെ ഇവിടെ ചെയ്യാം. സോ നമുക്കിപ്പോൾ ആൻസർ എന്താ? വൈ സീക്ക് എക്സ് ഈക്വൽ ടു അല്ലേ, വൈ ഇൻറ്റു സീക്ക് എക്സ് ഈക്വൽ ടു, സ്പേസ് ഇല്ലാത്ത അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇൻറ്റഗ്രൽ. മക്കളെ ടാൻ എക്സ് എന്താ നമ്മൾ എടുത്തുള്ള ടി ആ. അപ്പോൾ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ എന്നായില്ലേ, മനസ്സിലാടാ? ടാൻ എക്സ് ടി ആണെങ്കിൽ ടി സ്ക്വയർ അല്ലേ. പിന്നെ സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി ആണ്. ഓക്കെ ഓക്കെ, ഡി ടി കംപ്ലീറ്റ് ടിയുടെ ടെർമിലോട്ട് ആക്കാം. കഴിഞ്ഞട പരിപാടി. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആന മെത്തഡൊന്നുമല്ല, വളരെ സിമ്പിളാണ്. ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എടാ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2 എക്സ് ക്യൂബ് ബൈ 3 എന്നല്ലേ പറയാം. അപ്പോൾ ടി സ്ക്വയറിന് എന്ത് വരും? ടി ക്യൂബ് ബൈ 3. ഇത് വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആണെന്ന് മാത്രമേ ഉള്ളൂ, വേരിയബിൾ മാറിയെന്നുള്ളൂ. ചെയ്യേണ്ട പ്രോസസ്സൊക്കെ ഒന്നാണ്. സോ ഫൈനൽ കഴിഞ്ഞടാ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, നമ്മൾ പ്രോസസ്സ് കഴിഞ്ഞാൽ ടീനെ റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ബൈ ടി. ടി ഓൾറെഡി എന്താ? ടി ടാൻ എക്സ് ആണ്. അപ്പോൾ അവിടെ എന്ത് വരടാ? ഒന്നുകിൽ ടാൻ എക്സ് ഹോൾ ക്യൂബ് എന്ന് എഴുതാം, ഒന്നും കുഴപ്പമില്ലെങ്കിൽ ടാൻ ക്യൂബ് എക്സ് ബൈ 3 പ്ലസ് സി. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ഞാൻ ഇൻറ്റഗ്രേഷൻ ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല, കാരണം ഈ ഡിഫറൻഷ്യലിക്കേഷൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ലെവലിൽ കുറച്ചൊക്കെ ഐഡിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പിടിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഫോളോ ചെയ്യുക, അതല്ലെങ്കിൽ പരമാവധി എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ എത്തിക്കുക. ഇതൊന്നും ഇപ്പോൾ ഒരു വലിയ സംഭവമൊന്നുമില്ല, കാരണം ഈ ഒരു 1-2 പ്രോബ്ലങ്ങൾ ഡിഫറൻഷ്യലിക്കേഷനിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ പഠിക്കും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷൻ വലിയ നിങ്ങൾ തൊഴുതു മറിക്കൊന്നും വേണ്ട. ഡിഫറൻഷ്യലിക്കേഷനെങ്കിലും പിടിച്ചെടുക്കാനുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചെടുക്കാം കേട്ടോ. സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ ഓക്കെ. ഓക്കെ, ഇനി എന്താടാ? ഒന്നുമില്ലേ? ഇനി ഏതോ ഒരു ക്വസ്റ്റ്യൻസ്. എടാ മക്കളെ, അപ്പോൾ നിങ്ങളിത് ഇനിയും ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉൾപ്പെടുത്തണം എന്നുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉൾപ്പെടുത്തുമ്പോൾ ക്വസ്റ്റ്യൻ്റെ ഇത് പാറ്റേൺ ഇങ്ങനെ ലെങ്ത് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ട് പ്രാന്താവും. എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ തന്നെ 1 hour കാണണം ഈ ഒരു വീഡിയോ. ഞാൻ അത്ര സ്ലോവിലാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും ഓടണം. പക്ഷേ ജനറലി ഒരു ലീനിയർ വരികയാണെങ്കിൽ ഈ ഒരു 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലീനിയർ വന്നാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിടിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പിന്നെ നിങ്ങൾ ലീനിയർ ഇതിൻ്റെ മുകളിൽ അവർ എന്താ പറയുക എക്സസൈസിൻ്റെ ഉള്ളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് കൊടുന്ന് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മാർക്കാണെങ്കിൽ 2.5 മാർക്കിലൊക്കെ എത്തും. അതല്ല സെയിം ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ നാളത്തെ എക്സാമിന് വരുന്ന എക്സാമിന് സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോ, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കൊരു പിടിക്കാനുള്ള ഒരു സാധനം മരുന്ന് നമ്മളെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു ഐഡിയ ഇല്ലാണ്ട് എക്സാമുകൾക്ക് പോയിട്ട് കാര്യമില്ല. നമ്മളെ കയ്യിൽ ഒന്നുകിൽ സെയിം ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ പാറ്റേണൊക്കെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരാം. പക്ഷേ ഞാൻ എന്തായാലും ഈ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അവർ എങ്ങനെ വേണമെങ്കിലും ചോദിക്കട്ടെ, നമുക്ക് ചോദിച്ചാലും നമ്മളെ ലെവലിൽ നമ്മളതിന് എന്ത് ചെയ്യുക? ഒന്ന് ആൻസർ ചെയ്യാൻ പാകപ്പെടുത്തി എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു ഐഡിയ കേട്ടോ. അത് തന്നെയാണ് കോൺഫിഡൻസ്. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ എക്സാം എഴുതാനൊരു ധൈര്യം ഉണ്ടാവും കേട്ടോ. പിന്നെ സമാധാനമായിട്ട് ഇരിക്കുക, ടെൻഷനൊന്നും അടിക്കണ്ട. പിന്നെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അത് മറക്കരുത് നിങ്ങൾ കേട്ടോ. വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ക്ലാസ് ഇഷ്ടമാവുന്നത് എന്ന് തന്നെ രേഖപ്പെടുത്തുക, ഇല്ലെങ്കിൽ ഇല്ലാന്ന് രേഖപ്പെടുത്തിക്കോ, ഒന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എന്തെങ്കിലും ഒന്ന് രേഖപ്പെടുത്തണം നിങ്ങൾ. അതുപോലെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഇനി വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക. ആ ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യുക? വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരും കൂടെ ഒക്കെ ഒന്ന് പഠിക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഹാപ്പി ആയിട്ടിരിക്കാം.